നിത്യ ചിന്മയെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാനത് നമ്മുടെ സ്വാമിനെ പ്രഭാഷണം ക്ഷണിക്കുകയാണ്. സമയം പോയി. നമ്മളേറെ ആകാംക്ഷയോട് കാത്തിരുന്ന പ്രഭാഷണമാണ് സ്വാമിനി നിത്യ ചിന്മയുടേത്. സ്വാമിനിയെ ഒരു ഷോളിട്ട് സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ കമ്മിറ്റി അംഗം ശ്രീമതി ജീനെ ക്ഷണിക്കുന്നു. गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरु साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। नमो भगवते नमो भगवते नित्य शुद्ध मुक्त महात्मने नारायण यतीन्द्राय तस्मै श्री गुरवे नमः। नारायण यतीन्द्राय तस्मै श्री गुरवे नमः। ओम नमः परमर्षिभ्यो नमः परमर्षिभ्यः। പ്രിയപ്പെട്ട സുഖദേട്ടൻ, കാർത്തികേയൻ ചേട്ടൻ, ഗുരുപഥത്തിൻ്റെ സാരഥികളെ,
ഈ ഗുരുപഥം പ്രോഗ്രാമിൽ പങ്കെടുത്ത് ഗുരുവിൻ്റെ പഥത്തിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട അമ്മമാരാണ് അധികവും. അമ്മമാര്, സഹോദരന്മാരെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. നിങ്ങൾ ഉച്ചയ്ക്ക് ശേഷവും ഗംഭീരമായ ഒരു ഉദ്ഘാടന സഭയൊക്കെ കഴിഞ്ഞ് അതൊക്കെ പിരിഞ്ഞ് അതിനുശേഷം ഉച്ച സമയത്ത് ഇങ്ങനെ ഒരു പ്രഭാഷണം ഉണ്ട് എന്നറിഞ്ഞിട്ടും നിങ്ങളിങ്ങനെ ഇരുന്നത് അത് വലിയ സന്തോഷമാണ്. വീട്ടിലേക്കൊന്നും പോകാതെ സുഹൃത്തേട്ടനോട് പറഞ്ഞോട് ഒരുപാട് പേരുണ്ടായിരുന്നു. ഇതൊക്കെ തിങ്ങി നിറഞ്ഞിരുന്നിരുന്നിരുന്നിരുന്നു. അവരൊക്കെ പോയതാണ്, അവരൊക്കെ വീട്ടിലേക്ക് പോയതാണ്. അപ്പോൾ പക്ഷെ കുറച്ച് പേര് നിൽക്കുകയാണ്. എന്തിനാ നിൽക്കുന്നത് എന്ന് ചോദിച്ചതില് നിങ്ങൾക്ക് കേട്ടത് പോരാ എന്ന് തോന്നിയിട്ടുണ്ടാവും, കുറെ കൂടി കേൾക്കണം എന്ന് തോന്നിയിട്ടുണ്ടാവും, കുറെ കൂടി ഗുരുവിനെ ശ്രവിക്കാനും അറിയാനും പഠിക്കാനും ജീവിക്കാനും ഒക്കെ കിട്ടുന്ന അവസരമാണിത്, അല്ലെ? ഇതൊരു അവസരമാണല്ലോ. ഈ അവസരം നമുക്ക് എല്ലായിടത്തും കിട്ടില്ല. ഇപ്പൊ ഈ ഒരു കൊച്ചി എന്ന് പറയുന്ന നഗരത്തില് എന്തെല്ലാം വേലകൾ രാവിലെ മുതൽ നടക്കുന്നു, എന്തെല്ലാം പ്രോഗ്രാമുകൾ മുക്കിലും മൂലയിലും നടക്കുന്നു. പക്ഷെ ഇത്തരത്തിലൊരു പ്രോഗ്രാം നടക്കുന്നുണ്ടോ ചോദിച്ചാൽ ഉണ്ടാവില്ല. എല്ലാം സമയം കളയുന്നതിനുള്ള പ്രോഗ്രാമുകളാണ്, അല്ലെ? എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകളാണ് നമ്മൾ കണ്ടിരിക്കുന്നതൊക്കെ. അങ്ങനെയാണ്. പ്രത്യേകിച്ചും കൊച്ചി നഗരത്തിൽ എന്താണ് ഉള്ളത് എന്ന് ചോദിച്ചാല് അതെല്ലാം എന്റർടൈനിങ് ആണ്, സമയം കളയുക. അപ്പോ മറ്റുള്ളവർക്ക് നമ്മളിൽ നിന്ന് അപഹരിക്കാൻ കിട്ടുന്ന ഏറ്റവും മൂല്യമുള്ള ഒരു സാധനം എന്താണ് ചോദിച്ചാൽ സമയമാണ്. അപ്പോ കുറച്ച് ബുദ്ധി വിവേകമുള്ളവരൊക്കെ പറയും സോഷ്യൽ മീഡിയ ഒന്നും അധികം ഉപയോഗിക്കില്ല, കാരണം അവിടെ നഷ്ടപ്പെടുന്നത് എന്താ? നമ്മുടെ സമയമാണ്. വേറെ ഒരു ഛേദമില്ല, വേറെ ഒരു നഷ്ടമില്ല. പക്ഷെ ഈ നഷ്ടം എന്ന് പറയുന്നത് നികത്താനാവാത്ത നഷ്ടമാണ്, പരിഹരിക്കാനാവാത്ത നഷ്ടമാണ്. നമ്മൾ അറിയില്ല, അല്ലെ? നമ്മൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഒന്നും ഇടുന്നില്ലെങ്കിലും പോസ്റ്റ് ചെയ്യുന്നില്ലെങ്കിലും മറ്റുള്ളവരുടെ വായിച്ചും കണ്ടുമൊക്കെ സമയം കളയും, അല്ലെ? പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടല്ല, മറ്റുള്ളവർ എവിടെ പോയി എങ്ങനെയൊക്കെ പോയി, അല്ലെ? വാട്സപ്പിൽ സ്റ്റാറ്റസ് നോക്കുന്നതൊക്കെ അവരെവിടെ പോയി എന്നറിയാനാ, ഇന്നെന്താ അവര് ചെയ്തത് എന്നറിയാനാ. ആഹാ, മധുര എത്തിയോ, ഇത്ര പെട്ടെന്ന് ഊട്ടി എത്തിയോ, ഇത്ര പെട്ടെന്ന് മൂന്നാർ എത്തിയോ, ഇതൊക്കെ നമ്മൾ അറിയിച്ചുകൊണ്ടിരുന്ന് നമ്മളുടെ വിലയേറിയ സമയത്തെ കളയുന്നതാണ് എല്ലാവിധമായ പദ്ധതികളും പ്രോഗ്രാമുകളും. പക്ഷെ നമ്മൾ അറിയുന്നില്ല ജീവിതം തീർന്നു പോകുന്നത്, അല്ലെങ്കിൽ ജീവിതം ഇങ്ങനെ ഒലിച്ചു പോകുന്നത് അതിനിടയിൽ നമ്മൾ അറിയില്ല. നമ്മൾ ഈ കടൽ തീരത്ത് നിൽക്കുമ്പോൾ ഈ കടലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകും, അല്ലെ? കുറച്ച് കഴിയുമ്പോൾ വെച്ച് നമ്മൾ കടലിലേക്ക് പോകാൻ പോകും. അപ്പൊ നമ്മൾ പുറകോട്ടേക്ക് ഇറങ്ങും. ഒരു ഇത്തിരി സെക്കൻഡ് അവിടെ നിന്ന അപ്പോഴും അവിടെ നിന്ന് മണ്ണിങ്ങനെ ചൂഴ്ന്നെടുക്കും. ഇതുപോലെയാണ് ജീവിതത്തില് പല കാരണങ്ങൾ വന്ന്, പല സംഗതികൾ വന്ന്, അനാവശ്യമായ സംഗതികളൊക്കെ വന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഈശ്വരൻ കനിഞ്ഞനുഗ്രഹിച്ച വളരെ അമൂല്യമായിരിക്കുന്ന സമയത്തെ നമ്മൾ വിട്ടുകളയുന്നത് അല്ലെങ്കിൽ കളഞ്ഞു കുളിക്കുന്നത് എന്നൊക്കെ പറയാം. അങ്ങനെ നോക്കുമ്പോ ഇങ്ങനെയുള്ള കുറച്ച് സമയങ്ങൾ എവിടെയാണ്, സമയം എങ്ങനെയാണ് ഉപയോഗിക്കപ്പെടേണ്ടത്, കാലം നമുക്ക് കരുതി തന്ന അല്ലെങ്കിൽ ഈശ്വരൻ ഗുരു നമുക്ക് ചൊരിഞ്ഞു തന്ന കുറച്ച് സമയത്തെ എങ്ങനെയാണ് നേരാവണ്ണം ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ ആ കുഞ്ഞു ജീവിതത്തെ എപ്രകാരമാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നൊക്കെ അറിയുവാനും ചിന്തിക്കുവാനും ആചരിക്കുവാനും പറ്റിയ ഇത്തരം മുഹൂർത്തങ്ങൾ വളരെ ദുർലഭമാണ്. ഇപ്പോ വേദികളില്ലാഞ്ഞിട്ടല്ല, ആളുകളില്ലാഞ്ഞിട്ടല്ല, പരിപാടികളില്ലാഞ്ഞിട്ടല്ല, മൂല്യവത്തായിരിക്കുന്ന പരിപാടികൾ എന്താണ് എന്നുള്ള തിരിച്ചറിവില്ലായ്മ കൊണ്ടാണ്. എന്താണ്, ഏതൊരു പരിപാടിയിലാണ് ഞാൻ പങ്കുകൊള്ളേണ്ടത്, അല്ലെങ്കിൽ ഏതൊരു പരിപാടിയിലാണ് ഞാൻ ആകൃഷ്ടമാകേണ്ടത്, ഏതൊരു പരിപാടിയുടെ പുറകെയാണ് ഞാൻ പോകേണ്ടത് എന്നുള്ള തിരിച്ചറിവിനെയാണ് വിവേകം എന്ന് ഗുരുദേവൻ പറഞ്ഞത്.
അല്ലെ? ഗുരുദേവൻ ഈ ബ്രഹ്മവിദ്യ പഠിക്കാൻ ആരാ അധികാരി എന്ന് ചോദിക്കുമ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ കേൾക്കാൻ ആരാ അധികാരി? അല്ലെ? ഒരു അധികാരി വേണ്ടേ? അറിവതിന് ഇങ്ങനെ ആർക്കും ഓതിടേണം എന്ന് ആത്മോപദേശ ശതകത്തിൽ ഗുരു പാടുന്നുണ്ട് എങ്കിലും ആർക്കാണ് ഈ അറിവിനെ ഓതേണ്ടത്? അല്ലെ? അപ്പൊ നമ്മളുടെ ജീവിതത്തില് ഇതൊക്കെ കേൾക്കാൻ യോഗ്യനാരാണ്? എല്ലാവർക്കും ഇതിനോട് താല്പര്യം ഉണ്ടാവില്ല. നിങ്ങളെ പോലെ നിങ്ങളിങ്ങനെ കാത്തിരിക്കണുണ്ടപ്പോ എനിക്ക് നിങ്ങളോട് കൊതി തോന്നി. ഇങ്ങനെ വേണം, ഇങ്ങനെയാണ് നല്ല കുട്ടികള്, ഇങ്ങനെയാണ് നല്ല അമ്മമാര്. നമ്മളിങ്ങനെ കാത്തിരിക്കണം. നമ്മൾക്കുള്ളത് സാധനങ്ങൾ പെറുക്കി കൂട്ടി വൈകുന്നേരം ആകുമ്പോ പോകണം, അല്ലെ? കൊച്ചു കൊച്ചു മൂല്യങ്ങളുടെ മുത്തുകളുമായിട്ട് ഓരോ ദിവസവും നമ്മൾ അങ്ങനെ ജീവിതത്തെ, ദൈനംദിന ജീവിതത്തെ അർത്ഥവത്താക്കണം എന്നുള്ളതാണ്. അത് നമ്മുടെ ലൈഫിൽ നമ്മൾ കൊണ്ടു നടക്കേണ്ടത്. അതിന് വിവേകം എന്നാ പറയാം. അപ്പോ ഇത്തരം കാര്യങ്ങൾ കേൾക്കുവാനും പഠിക്കുവാനും ആരാണ് അധികാരി എന്ന് ചോദിച്ചപ്പോ ഗുരുദേവൻ ഒരു കൃതി നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. ബ്രഹ്മവിദ്യാ പഞ്ചകം എന്നാണ് അതിന്റെ പേര്. വായിക്കാറുണ്ട്? അത് അമ്മ വായിക്കണ്ടാവും, എനിക്കറിയാം. എത്ര പേര് വായിക്കാറുണ്ട് ബ്രഹ്മവിദ്യാ പഞ്ചകം? ഒന്ന് കൈപൊക്കി. ഇവിടെ ഇപ്പൊ എത്ര പേരല്ലേ ഉള്ളൂ, നിങ്ങളോട് ചോദിക്കാലോ. അങ്ങനെ ഒരു കൃതി ഉണ്ട്. വായിക്കാറില്ല? ഇന്ന് പോയി നോക്കണം കേട്ടോ. സാരില്ല, വായിച്ചില്ല ഞാൻ വിചാരിച്ച കുഴപ്പമൊന്നുമില്ല, ഭീകരമായ തെറ്റൊന്നുമല്ല. പക്ഷെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഒരു കൃതിയെ പരിചയപ്പെടുത്തിയെന്നുള്ളൂ. ഗുരുദേവൻ നമ്മളെല്ലാവരും ചോദിക്കുമല്ലോ, ഗുരു ഇങ്ങനെ നവീനമായ പല കാര്യങ്ങളെ ഗുരു ആവിഷ്കരിക്കുമ്പോഴും പല കാര്യങ്ങളെ ഗുരു തിരുത്തി കുറിക്കുമ്പോഴും പഴയതിനെ ഗുരു പുതുമയോടെ അവതരിപ്പിക്കുമ്പോഴും ചില കാര്യങ്ങളെ എങ്ങനെയാണോ ഉപനിഷത്ത് ഋഷിമാർ പറഞ്ഞു വെച്ചത് അതങ്ങനെ തന്നെ ഗുരു ആചരിക്കുന്നത് കാണാറുണ്ട്. അതിലൊന്നാണ് ഈ അദ്വൈത വേദാന്തം. ഗുരുദേവന് ഇഷ്ടമുള്ള വിഷയം. തത്വത്തിൽ നാം ശങ്കരനെയും ഉൾക്കൊള്ളുന്നു, പിന്തുടരുന്നു എന്നൊക്കെ പറഞ്ഞത് ആ അർത്ഥത്തിലാണ്. അപ്പൊ ഒരുപാട് നൂതനമായ ആവിഷ്കാരങ്ങൾ സമൂഹത്തിൽ നടത്തുമ്പോഴും ചിരന്തനമായ ഔപനിഷദ മൂല്യങ്ങളെ ഗുരു തള്ളിക്കളഞ്ഞിട്ടില്ല. അതിനങ്ങനെ തന്നെ കുറച്ചുകൂടി ഭംഗിയായിട്ട് ഗുരു നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അവതരിപ്പിച്ച അദ്വൈത വേദാന്തത്തിന്റെ ഒരു നക്ഷല് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു കാച്ചിക്കുറുക്കിയ ഒരു സാരസംഗ്രഹം, അദ്വൈത വേദാന്ത സിദ്ധാന്ത സാരസംഗ്രഹം എന്ന് പറയാവുന്ന ഒരു കൃതിയാണ് ബ്രഹ്മവിദ്യാ പഞ്ചകം. വായിച്ചു നോക്കണം. അഞ്ച് പദ്യമുള്ളൂ. സംസ്കൃതാണ്, സാരമൊന്നുമില്ല. സംസ്കൃതാണ് എന്ന് വിചാരിച്ചിട്ട് വായിക്കാൻ പ്രയാസമൊന്നുമില്ല. അതില് ആദ്യത്തെ പദ്യത്തില് ഗുരുദേവൻ പരിചയപ്പെടുത്തുന്നത് ആരാണ് വേദാന്തം പഠിക്കാനുള്ള അധികാരി, ആരാണ് ഗുരുവിനെ അന്വേഷിക്കാനുള്ള യോഗ്യൻ, ആർക്കാണ് ഈശ്വര അന്വേഷണം സാധ്യമാവുക എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ബ്രഹ്മവിദ്യാ പഞ്ചകം. അമ്മമാരൊക്കെ നമ്മളുടെ വീട്ടില് വേദാന്തമൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സുപരിചിതമാണ് ഈ വാക്കുകൾ. അതിലൊന്നാമത്തെ പദ്യം മാത്രം ഞാനിവിടെ പറയാം. ഒന്നാമത്തെ പദ്യം ഇങ്ങനെയാണ്: നിത്യാനിത്യ വിവേകതോ ഹി നിതരാം നിർവേദമാപദ്യ സദ്വിദ്വാനത്ര ശമാദിഷത്കലസിത സ്യാന്മുക്തികാമോ ഭുവി പശ്ചാത് ബ്രഹ്മവിദുത്തമം പ്രണതി സേവാദ്യൈ പ്രസന്നം ഗുരും പൃച്ഛേത് കോഹമിദം കുതോ ജഗതിതി സ്വാമിൻ വദ ത്വം പ്രഭോ. ഒന്നാമത്തെ പദ്യാണ്. വായിച്ചു നോക്കണം കേട്ടോ. സുധാട്ട ഇവരുടെ കൃതി ചൊല്ലണ മത്സരമൊക്കെ ഇവിടെ സംഘടിപ്പിക്കണം. അപ്പൊ അവരിത് പഠിച്ചോളും. കുട്ടികളുടെ മാത്രമല്ല, അമ്മമാരുടെ അല്ലേ, അത് വേണ്ടേ? അമ്മമാരുടെയും പാരായണ മത്സരങ്ങൾ സംഘടിപ്പിക്കണം. ബ്രഹ്മവിദ്യാ പഞ്ചകം മത്സരം ഉണ്ട്, നല്ല സമ്മാനമൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളും കുട്ടികളെ പോലെ ഇരുന്ന് പഠിക്കും. മെയ് മാസത്തിലെ പരിപാടിക്ക് നമ്മൾ ജനുവരി തൊട്ടേ ബ്രഹ്മവിദ്യാ പഞ്ചകം വായിക്കും. ചില കാര്യങ്ങൾ നമുക്കൊരു പ്രോത്സാഹനം, ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണമെങ്കിലും പഠിക്കണമെങ്കിലും ആദ്യം ഒരു പുഷ് ആവശ്യമുണ്ട്, അല്ലേ?
അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ അങ്ങനെയെങ്കിലും പഠിക്കും. അവിടെയാണ് ഇങ്ങനെ പറയുന്നത്, നിത്യ അനിത്യ വിവേകതോഹി നിതരാം നിർവേദം ആപദ്യ സദ്വിദ്വാനത്ര ശമാധി ഷഡ്കം ലസിതഃ സ്യാൻ മുക്തികാമോ ഭുവി പശ്ചാത് ബ്രഹ്മവിദുത്തമം പ്രണതി സേവാദ്യൈ പ്രസന്നം ഗുരും പൃച്ഛേത് കോ അഹം കുതോ ജഗത് ഇതി സ്വാമിൻ വദ ത്വം പ്രഭോ. ഹലോ, ഒരു വേദാന്തം പഠിക്കാനുള്ള അധികാരിയുടെ 4 കാര്യങ്ങളെ, 4 ഗുണങ്ങളെ, 4 യോഗ്യതകളെ പറയാണ്. ഈ 4 കാര്യങ്ങളുള്ള ആളാണ് വേദാന്തം പഠിക്കാൻ യോഗ്യൻ, അല്ലെങ്കിൽ അധ്യാത്മശാസ്ത്രങ്ങൾ പഠിക്കാൻ യോഗ്യൻ. മറ്റുള്ളവർക്ക് ഇത് ശ്രമിച്ചാൽ ആകാവുന്നതേ ഉള്ളൂ. ബേസിക് ആയിട്ട് ഇത്രയെങ്കിലും ഗുണങ്ങൾ ഉണ്ടായിരിക്കണം എന്നാണ് അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ക്വാളിറ്റിയാണ്, ഗുണത്തെ അധികരിച്ചു പറയുന്നത്. നമ്മളുടെ കഴിവിനെയോ സ്കില്ലിനെയോ സമ്പത്തിനെയോ ഒന്നും നോക്കിയിട്ടല്ല. ഇത്രയും സമ്പത്തുള്ളവനാണ് വേദാന്തം പഠിക്കാൻ അധികാരി എന്ന് പറയണില്ല. ഇത്രയും സൗന്ദര്യമുള്ള ഒരാളായിരിക്കണം വേദാന്തം പഠിക്കാൻ അധികാരി എന്ന് പറയണില്ല. ഇത്രയ്ക്ക് വീടും പറമ്പും ടൗണിൽ ഉണ്ടാവുന്ന ഒരാളായിരിക്കണം വേദാന്തം പഠിക്കാൻ അധികാരി എന്ന് പറയണില്ല. അതായത് നമ്മളുടെ ഭൗതികമായിരിക്കുന്ന കഴിവുകളല്ല ഇത് പഠിക്കാനുള്ള മാനദണ്ഡം. പകരം നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട ചില ക്വാളിറ്റികൾ, ഗുണം ഉണ്ടായാൽ മതി. ഒരു വ്യക്തി എന്ന് പറയുന്നത്, ഒരു മനുഷ്യനായി തീരുന്നത് അവനിലെ ചില നൈസർഗികമായിരിക്കുന്ന സൗന്ദര്യമുള്ള ചില ഗുണങ്ങൾ വരുമ്പോഴാണ്. ആ ഗുണങ്ങളെയാണ് സാധന ചതുഷ്ടയം എന്ന പേരില്, എന്ന ഓമന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടുണ്ടോ? സാധന ചതുഷ്ടയം. ചതുഷ്ടയം എന്ന് പറഞ്ഞാൽ 4 സാധനകൾ, 4 സാധനകളാണ്. അതിൽ ഒന്നാമത്തേതാണ് ഗുരുദേവൻ ആദ്യം പറഞ്ഞത്, നിത്യ അനിത്യ വിവേകതോഹി നിതരാം. നിത്യ അനിത്യ വിവേകം കേൾക്കുമ്പോ മനസ്സിലാവുണ്ടോ? നിത്യ അനിത്യ വിവേകം എന്ന് പറഞ്ഞാല് നിത്യ അനിത്യ വസ്തു വിവേകം അല്ലെ? നമുക്ക് വിവേകം വേണം. നമ്മൾ എന്തിനാ ജീവിക്കണ ഒരു മനുഷ്യൻ എന്ന് ചോദിച്ചാ, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനല്ല, ഒരുപാട് ഇൻഫർമേഷൻ നമ്മളുടെ തലയിൽ കയറ്റി വെക്കാനല്ല. പകരം പഠിച്ച അത്രയും വകതിരിവോടുകൂടി ഉപയോഗിക്കാൻ അറിയുന്ന ഒരാളാണ് വിവേകി. ഈ വകതിരിവ് എന്നൊരു സംഗതി നമ്മൾ PhD എടുത്താലും ഉണ്ടാവണം എന്നില്ല. അത് വേറൊന്നാണ്. ചില അമ്മമാര് സ്കൂളിന്റെ കോമ്പൗണ്ടിൽ പോലും കയറിയിട്ടില്ല, പക്ഷെ വകതിരിവ് 100-ൽ 100ആയിരിക്കും. അപ്പൊ വിസ്ഡം എന്ന് പറയുന്നത് അത് നമ്മൾ വാങ്ങിക്കൂട്ടുന്ന നിർദ്ദേശങ്ങളുടെ സ്വഭാവമല്ല. വിസ്ഡം വളരെ പ്രത്യേകതയുള്ള ഒരു ഗുണമായിട്ട് പറയുകയാണ്. ആ വിവേകം എന്താണ്? ഒന്നാമതായിട്ട് നമ്മൾ ഒരു കാര്യം അറിയേണ്ടതുണ്ട്. എന്താണ് ആ കാര്യം? നിത്യമേതാണ്, അനിത്യമേതാണ്. എന്താ അങ്ങനെ പറഞ്ഞാല്? നിത്യം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അല്ലെ, 2 പേര് നിത്യ എന്നാണ്. നിത്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശാശ്വതം, എറ്റേണൽ, എന്നും നിലനിൽക്കുന്നത് എന്നാണ്. അനിത്യം എന്ന് പറഞ്ഞാലോ അതിന്റെ ഓപ്പോസിറ്റ് അല്ലേ? നശിച്ചു പോകുന്നത്, ഇല്ലാണ്ടാകുന്നത്, കുറച്ചു കാലം മാത്രം നിലനിൽപ്പുള്ളതായി തോന്നുന്നത്. അപ്പോ ഒരു വ്യക്തിക്ക് ആദ്യം തന്നെ ഉണ്ടാകേണ്ട ഒരു അറിവ് അല്ലെങ്കിൽ ഒരു വകതിരിവ് എന്ന് പറയുന്നത് ഇതായിരിക്കണം. ഏത്? ഈ ലോകത്ത് നമ്മൾ വന്ന് ജനിക്കുമ്പോ ഏതാണ് ശാശ്വതമായ വസ്തു, ഏതാണ് താൽക്കാലികമായ വസ്തു എന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റണം. നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് അങ്ങനെ അറിയാം അല്ലെ? നമ്മൾ പച്ചക്കറി വാങ്ങാനായിട്ട് കടയിലേക്ക് പോകുമ്പോ നമുക്ക് ഈ നിത്യാനിത്യം വർക്ക് ചെയ്തിട്ട് തന്നെയാ നമ്മൾ സാധനങ്ങൾ വാങ്ങുക അല്ലെ? 10 കിലോന്റെ നിറവറയുടെ അരിച്ചാക്ക് നമ്മൾ എടുത്ത് ആദ്യം വെക്കും. പക്ഷെ 10 കിലോ തക്കാളി നമ്മൾ വാങ്ങിക്കില്ല. വാങ്ങുമോ? ഇല്ല. എന്താ വാങ്ങാത്ത? ചീഞ്ഞു പോകും അല്ലെ? അരി ഇരിക്കണ അത്രയും നാള് തക്കാളി ഇരിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 10 കിലോ അരി വാങ്ങും, 1/2 കിലോ തക്കാളി വാങ്ങും. ഒരു പക്ഷെ 2 കിലോ
പൊട്ടറ്റോ നമ്മൾ ചിലപ്പോൾ വാങ്ങിച്ചേക്കും. കാരണം തക്കാളിയെ അപേക്ഷിച്ച് ഉരുളക്കിഴങ്ങ് കുറച്ചുകൂടി കാലം ഇരിക്കും. ഇതെന്താണ്? ഇതാണ് സാധനങ്ങൾ വാങ്ങുന്നതിലെ നിത്യാനിത്യ വിവേകം. ഏതാണ് കൂടുതൽ കാലം ഇരിക്കണത്, ഏതാണ് കുറച്ചു കാലം ഇരിക്കണത്, അല്ലേ? അപ്പൊ അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുക, അല്ലെ? കുഞ്ഞുങ്ങൾക്ക് ഉടുപ്പ് വാങ്ങണം, അങ്ങനെയല്ലേ? കുഞ്ഞുങ്ങൾക്ക് ഉടുപ്പ് വാങ്ങിയാൽ നമുക്കറിയാം 2 ദിവസം കഴിയുമ്പോൾ അടുത്ത വലിപ്പത്തിലുള്ള ഉടുപ്പ് വാങ്ങണം എന്ന്. നമ്മൾ വലിയ ആളുകൾക്ക് സാരിയും ബ്ലൗസും വാങ്ങണ പോലെയല്ല, അല്ലെ? കുട്ടികളുടെ ഉടുപ്പ് പെട്ടെന്ന് എന്താവും, സൈസ് പോരാതെ വരും. അവർ പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെയൊക്കെ നമുക്കറിയാം കൂടുതൽ കാലം നിൽക്കുന്നത് ഏതാണ്, കുറവ് കാലം നിൽക്കുന്നത് ഏതാണ് എന്നുള്ളൊരു ബുദ്ധി ഉണ്ടല്ലോ. ഈ ബുദ്ധി ആത്യന്തികമായിട്ട് നമുക്കൊന്നിലേക്ക് വരുമ്പോ അതിനെയാണ് നിത്യാനിത്യ വസ്തുവേഗം എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ വെറുതെ എങ്കിലും കേട്ടിട്ടുണ്ടാവും ബ്രഹ്മ സത്യം ജഗൻ മിഥ്യ. എങ്ങനെ കേട്ടിട്ടില്ലേ? ശങ്കരാചാര്യന്റെ ഒക്കെ ഫിലോസഫി പറയുമ്പോൾ നമ്മള് ആദ്യവും നമ്മൾ കേട്ടിരിക്കുന്നത് ഈ ബ്രഹ്മസത്യം ജഗൻ മിഥ്യ എന്നുള്ളതാണ്. ജഗൻ മിഥ്യ എന്ന് പറയുന്നത് എന്താ? ഈ താൽക്കാലികം എന്നുള്ള അർത്ഥത്തിലാണ്, അനിത്യം എന്ന അർത്ഥത്തിലാണ്. ബ്രഹ്മം സത്യമാണ്. പക്ഷെ നമ്മൾ ബ്രഹ്മത്തെ കണ്ടിട്ടുണ്ടോ? ബ്രഹ്മത്തെ ഒട്ട് കണ്ടിട്ടില്ല, അല്ലെ? ബ്രഹ്മം ഉണ്ട് എന്ന് പക്ഷെ നമ്മള് അങ്ങനെ ഒരു അവസ്ഥയുണ്ട് എന്നും അങ്ങനെ ഒരു ചൈതന്യം ഉണ്ട് എന്നും നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. കാരണം എന്താ? നമ്മൾ ആരാധിക്കുന്ന ഗുരുക്കന്മാര് ഒരുപാട് വട്ടം ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് ആരാധന തോന്നുന്ന ഒരു വ്യക്തി ഇതിനെക്കുറിച്ച് നിരന്തരമായി സംസാരിക്കുന്നത് കൊണ്ട്, ആ വ്യക്തി അങ്ങനെ പറഞ്ഞത് കൊണ്ട് നമുക്കത് വിശ്വാസമാണ്. നാരായണ ഗുരുദേവൻ ദേവതക സ്തോത്രങ്ങളൊക്കെ എഴുതി തന്നപ്പോ, സുബ്രഹ്മണ്യ സ്തോത്രവും ഷൺമുഖ ദശകവും ഗുഹാഷ്ടകവും ഒക്കെ എഴുതി തന്നപ്പോ നമുക്കൊരു വിശ്വാസമുണ്ട്, അല്ലെ? അതൊരു ചൈതന്യമാണ് എന്നും ആ ചൈതന്യത്തോട് പ്രാർത്ഥിച്ചു കഴിയുമ്പോ, അല്ലെ, ആ ചൈതന്യം നമ്മളെ അനുഗ്രഹിക്കുമെന്നും ഉള്ള ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം എങ്ങനെയുണ്ടായത്? ഗുരുദേവനെ പോലുള്ള മഹത്തുക്കളായ ആചാര്യന്മാര് പറഞ്ഞത് കൊണ്ടുണ്ടായതാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിമനോഹരമായിട്ട് ശാന്തം ശംഭുതനൂജം സത്യമനാധാരം ജഗദാധാരം ജ്ഞാതൃജ്ഞാന നിരന്തര ലോക ഗുണാതീതം ഗുരുണാതീതം വല്ലീവത്സല ഭൃങ്കാരണ്യകതാരുണ്യം വരകാരുണ്യം സേനാസാരമോദാരം പ്രണമത ദേവേശം ഗുഹമാവേശം. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം. എന്താ, അല്ലെ? ഗുരു എഴുതിയതായത് കൊണ്ടാ. ഗുരു എഴുതിയതായത് കൊണ്ട് അത് അസത്യമാകാൻ വഴിയില്ല എന്നുള്ളൊരു ഉറച്ച ബോധ്യം. കാരണം എന്താ? ഗുരു സത്യം മാത്രം പറയുന്ന ഒരു ആപ്തനാണ്, ഒരു യഥാർത്ഥ വക്താവാണ്. ആരെയും പറ്റിക്കണമെന്നോ ആരെയും ദുരുദ്ദേശപരമായിട്ട് ഒരുവന്റെ ജീവിതഗതിയെ തടയണമെന്നോ ആഗ്രഹിക്കാത്ത ഗുരു മാനവരാശി മുഴുവനും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച് യുക്തിയുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് യുക്തിഭദ്രമായിട്ടും ഭക്തിയുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള ദേവതാസ്തുതികളും എഴുതി തന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഗുരുവിന് വേണമെങ്കിൽ ഈ വശം തൊടാതിരിക്കാമായിരുന്നു, നമ്മൾ പറയുന്ന യുക്തി മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ഗുരുവിനറിയാം 2 തരം ആളുകളുണ്ട് എന്ന്. കുറേയൊക്കെ വൈകാരികമായി കാണുന്നതും ഒരു കൂട്ടര് വൈചാരികമായി കാണുന്നതും. ചില ആളുകൾ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് തർക്കിച്ച് യുക്തിഭദ്രമായി കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ഒരു കൂട്ടം ആളുകൾ വളരെ ഹൃദയപരമായിട്ട് എല്ലാം സമർപ്പിച്ച് വഴിയുന്നത് കൽപ്പിച്ച പോലെ വരുമെന്ന് നനച്ച് കണ്ടിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ യുക്തിക്കും ഭക്തിക്കും വേണ്ടുന്ന കാര്യങ്ങൾ ഗുരുദേവൻ എഴുതി തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാൾക്കും ഗുരുകൃതികൾ വായിക്കുന്ന, ഗുരുകൃതികളെ പഠിക്കുന്ന ഒരാൾക്ക് നിരാശ ഉണ്ടാവില്ല, സങ്കടം ഉണ്ടാവില്ല. കാരണം അവൻ എന്താണോ അവൻ തേടുന്നത് അത് ഗുരുദേവന്റെ വചനങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഗുരുവിന്റെ അടുത്ത് ഒരേ സമയം സഹോദരൻ അയ്യപ്പനും ഒരേ സമയം ശിവലിംഗദാസ സ്വാമികൾക്കും പാടാൻ പറ്റിയത്.
ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പറയുമ്പോൾ അതിനെ അങ്ങനെ തന്നെ സർവാത്മന സ്വീകരിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ച് ശിവലിംഗദാസ സ്വാമികളും ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്നുള്ള രീതിയിൽ ചിന്തിച്ച സഹോദരൻ അയ്യപ്പനും ഉണ്ടായത് ഗുരുവിന്റെ ദർശനത്തിന്റെ ഇത്തരം അപൂർവത കാരണമാണ്. അതെല്ലാ ഗുരുക്കന്മാർക്കും സാധിക്കുന്ന ഒന്നല്ല. എല്ലാ ഗുരുക്കന്മാർക്കും ഏതെങ്കിലും ഒരു കൂട്ടരെ ആകർഷിക്കാനുള്ള ശക്തിയേ ഉള്ളൂ. ഒന്നുകിൽ യുക്തിവാദികളെ അല്ലെങ്കിൽ ഭക്തിവാദികളെ. ഇത് രണ്ടിനെയും ഒരുപോലെ കൊണ്ടുപോകുന്ന തരത്തിൽ കാര്യങ്ങളെ, ദർശനത്തെ അവതരിപ്പിച്ച ഗുരുവിന്റെ ഒരു മിടുക്ക് അല്ലെങ്കിൽ ഗുരുവിന്റെ ഒരു അനുഭവത്തിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ഗുരുദേവന്റെ ഒരു വ്യക്തിത്വത്തിന്റെ പ്രത്യേകതയും അതാണ്. അതുകൊണ്ടാണ് ഗുരുദേവന് സർവലോകാനുരൂപായ തസ്മൈ ശ്രീ ഗുരവേ നമഃ എന്ന് പാടിയത്. ആരാ സർവലോകാനുരൂപൻ? സർവലോകത്തിനും അനുരൂപനായവൻ. സർവലോകം എന്ന് പറഞ്ഞാൽ എന്താ? ആബാലവൃദ്ധം ജനങ്ങള്, കുഞ്ഞുങ്ങള് മുതല് വയസ്സായവര് വരെ, പണ്ഡിതന്മാർക്കും പാമരന്മാർക്കും, താഴെത്തട്ടിലുള്ളവർക്കും തൊഴിലാളിക്കും മുതലാളിക്കും വർണ്ണ വർഗ ഭേദമില്ലാത്ത ഒരു അവസ്ഥയിൽ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന, ഒരുപോലെ പുൽകാൻ കഴിയുന്ന ഒരു വ്യക്തിത്വ സവിശേഷത ഗുരുവിനുണ്ട്. തൊഴിലാളികൾക്കൊപ്പം നിൽക്കുമ്പോഴും മുതലാളിയെ കല്ലെറിയാൻ ഗുരു പഠിപ്പിച്ചിട്ടില്ല. കാരണം ഗുരു എല്ലാറ്റിനെയും അതിൻ്റെ ബാലൻസ്, അതിൻ്റെ തുല്യതയിൽ നോക്കിക്കണ്ട ഒരു മഹാത്മാവാണ്. ഈ സമൂഹത്തില് എല്ലാവരും വേണമെന്നും എല്ലാവരും ചേരുന്നതാണ് സമൂഹമെന്നും അതിൽ പലതരത്തിലുള്ള ആളുകളുണ്ട് എന്നും ആ പലതരത്തിലുള്ള ആളുകൾക്ക് അനുസൃതമായിട്ട് വചനങ്ങളെ ചൊരിഞ്ഞ മഹാത്മാവാണ്. അപ്പൊ നമ്മൾ ഗുരുദേവനെയൊക്കെ ആന്റി ബ്രാഹ്മണിക്കായിട്ടൊക്കെ പറയാറുണ്ട്. ഗുരു ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഗുരു ഒരു ബ്രാഹ്മണനെയും ദ്രോഹിച്ചിട്ടില്ല, ഒരു ബ്രാഹ്മണനോടും ഗുരു വിരോധം കാണിച്ചിട്ടില്ല, ഒന്നുമില്ല. ചില ആശയങ്ങളെ, സമൂഹത്തില് പതിഞ്ഞുപോയ ചില മാമൂലുകളെ എതിർത്തിട്ടുണ്ട് എന്നല്ലാതെ ജീവനുള്ള ഒരു മനുഷ്യരെയും ഗുരു ഉപദ്രവിച്ചിട്ടില്ല. അല്ലെങ്കിൽ ജീവനുള്ള ഒരു വ്യക്തികളും ഗുരുവിന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അതിനെതിരെ പുറംതിരിഞ്ഞ് അല്ലെങ്കിൽ അവർക്കെതിരെ പടവാളെടുത്തുന്ന ഒരു സംസ്കാരം ഗുരുവിനുണ്ടായിരുന്നില്ല. അത്രയും മികച്ച ഒരു സംസ്കാരത്തിന്റെ ഉടമ കൂടിയായിരുന്നു ഗുരുദേവൻ. അതുകൊണ്ട് നമ്മൾ ഗുരുദേവനെ ആരാധിക്കുമ്പോൾ, ഗുരുദേവനെ പഠിക്കുമ്പോൾ ആ വ്യക്തിത്വ സവിശേഷതകള് നമുക്കും ഉൾക്കൊള്ളാൻ പറ്റും. എന്തൊക്കെ നമ്മൾ പഠിക്കുമ്പോഴും അവിടെ ഗുരു എന്ത് സ്റ്റാൻഡാണ്, ഗുരു എന്ത് നിലയാണ് സ്വീകരിച്ചത് എന്ന് കണ്ടുകൊണ്ട് നമ്മൾ ഒന്നിനെയും മറുത്ത് പറയാനോ അല്ലെങ്കിൽ നിഷേധിക്കാനോ പോകാതെ നമ്മൾ അറിയുന്ന കാര്യത്തെ അവധാനതയോട് കൂടിയിട്ട്, അവഗാഹത്തോട് കൂടിയിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു പാഠവും ശ്രീനാരായണ ദർശനം പഠിക്കുമ്പോൾ ഉണ്ടാകും. നേരാവണ്ണം പഠിച്ചാലുണ്ടാവും. നേരാവണ്ണം എന്ന് തന്നെ അവിടെ പറയേണ്ടി വരും. കാരണം ഗുരുവിനെ അത്ര നല്ല രീതിയിൽ ധരിക്കേണ്ട ഒരു വ്യക്തിത്വമാണ്. ധാരണ പിശകിപ്പോയി കഴിഞ്ഞാൽ ഗുരുദർശനവും വികലമായി തീരും. അങ്ങനെ വികലമായി പറയുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട്. വികലമായി മനസ്സിലാക്കി വികലമായി പറയുന്നവരുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു പക്ഷത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഗുരുവിനെ സമീപിക്കുമ്പോഴാണ്. പക്ഷെ ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്, നടുനില തന്നിലിരിക്കും നെടുനാൾ ഒന്നായവന് സൗഖ്യം താൻ. ആരാണോ നടുനിലയിൽ ഇരിക്കുന്നത് അവനാണ് സൗഖ്യം. ആരാണോ ആ ധ്രുവത്തിലേക്കും ഈ ധ്രുവത്തിലേക്കും അധികം പോകാതിരിക്കുന്നത്, ആരുടെ മനസ്സാണോ മധ്യവർത്തിയായി സ്ഥിതി ചെയ്യുന്നത്, അവന് ഉള്ളതാണ് ഈ ആത്മസൗഖ്യം. അന്തരാനുഭൂതി എന്ന് പറയുന്നത് അവന് അവകാശപ്പെട്ടതാണ് എന്ന് പറയുന്നുണ്ട്. ഇത് തന്നെയാണ് ഗുരുദേവ ദർശനത്തെ പിന്തുടരുന്ന നമുക്കും സംഭവിക്കുന്നത്. അവിടെ നമ്മൾ ഗുരു പറഞ്ഞ പോലുള്ള അതിവാദങ്ങൾ ഒഴിഞ്ഞു പോകും. നമ്മൾ ഒരു ആർഗ്യുമെന്റിനും പോവില്ല.
ഗുരുവിന് യഥാർത്ഥ രീതിയിൽ പഠിച്ചു വരുമ്പോൾ നമുക്ക് ആർഗ്യൂ ചെയ്ത് ഒന്നും നേടാനുണ്ടാവില്ല. പകരം അനുഭവിച്ച് ഒരു സാകല്യ ദശയിലൂടെ ഒരു മൗനപ്പൂന്തേനൊഴുക്കെ മതിയമൃതമലിയെ മന്ദനാവൻ മനക്കണ്ണാനക്കണ്ണാടിയെ എന്ന് പറയുന്ന ഒരു മൗനപ്പൂന്തേനൊഴുക്കിലൂടെയുള്ള ഒരു ജീവിതമാണ് ഉണ്ടാവുള്ളൂ ഗുരുവിനെ പഠിക്കുമ്പോൾ. അതാണ് അതിന്റെ സൗന്ദര്യം, അതാണ് അതിന്റെ ഭംഗി. അതിന്റെ രീതിയിൽ നമ്മൾ ഒരു തരത്തിലുള്ള വാഗ്വാദങ്ങളിലേക്ക് പോവില്ല. കേവലം ഒരു മതസമ്മേളനത്തിന് മുന്നോടിയായിട്ട് ഗുരു കുറിച്ചു വെച്ച വാക്കുകളാണെങ്കിലും വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന് പറയുമ്പോഴും ജീവിതത്തിൽ ആകവേ നമുക്ക് ബോധ്യം വരുന്ന ഒരു സംഗതിയാണത്. ഒന്നും വാദിച്ച് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, വാദിച്ച് നമ്മൾ ഒരിക്കലും ജയിക്കില്ല. എന്ത് കാര്യം, നിങ്ങളുടെ വീട്ടില് ഭാര്യയും ഭർത്താവും ശണ്ട കൂടുമ്പോ വാചകടിച്ച് ജയിക്കാന്ന് വിചാരിക്കണ്ടെങ്കിൽ അത് തല്ലിത്തല്ലിലേ തീരുള്ളൂ. ആരെങ്കിലും ഒരാള് കോംപ്രമൈസിന് തയ്യാറാണോ? ഒന്നുകിൽ അമ്മ അല്ലെങ്കിൽ അച്ഛൻ. നിർത്തിയേക്കാം, അല്ലെങ്കിൽ പുള്ളി നിർത്തൂല എന്ന് അമ്മയ്ക്ക് തോന്നി അമ്മ അടുക്കളയിൽ പോയാൽ അതവിടെ തീരും. അല്ലെങ്കിൽ അച്ഛന് തോന്നുകയാണ് ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ല, നിർത്തിയേക്കാം എന്ന് അച്ഛന് തോന്നിയാല് ആ യുദ്ധം അവിടെ തീരും. പക്ഷെ വാദിച്ചുകൊണ്ടിരുന്ന വെറുതെ ഇങ്ങനെ അനാവശ്യമായിട്ട് ഓരോന്നും പറഞ്ഞ് ഭൂതകാലങ്ങളിലേക്കും ഭാവി കാലങ്ങളിലേക്കും ഒക്കെ പോയിട്ട് പരാമർശങ്ങൾ നടത്തി ആക്രോശങ്ങൾ നടത്തി നമ്മൾ ജീവിക്കും. ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളത് ഇത് മതത്തിന്റെ കാര്യത്തിനെ ഉദ്ദേശിച്ചാണ് ഗുരു അവിടെ പറഞ്ഞിരിക്കുന്നതെങ്കിലും ആത്മോപദേശ ശതകം ഗുരുവിന്റെ ഒരു മഹാഗീതയാണ്, മഹാ ഉപനിഷത്താണ്, ബ്രഹ്മസൂത്രമാണ്. അങ്ങനെയുള്ള ആത്മോപദേശ ശതകത്തിൽ ഗുരു മതത്തെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിലാണ് പൊരുതു ജയിപ്പത സാധ്യം ഒന്നിനോടൊന്ന് ഒരു മതവും പൊരുതാലൊടുങ്ങുവില. പരമതവാദി ഇത് ഓർത്തിടാതെ പാഴേ പൊരുതു പൊലിഞ്ഞിടും എന്ന ബുദ്ധി വേണം എന്ന് ഗുരു അവിടെ പറഞ്ഞത്. ഗുരു പറയുന്ന ഒരു കാര്യവും കേവലം ഒരു സന്ദർഭത്തിൽ മാത്രം ഇണങ്ങുന്നതല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. മതത്തിനെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ മാത്രമല്ല അത് ഇണങ്ങുക, അത് ജീവിതത്തിൽ ആകവേ ഇണങ്ങും. ആ വാക്ക് എന്ത്? പൊരുതു ജയിപ്പത് അസാധ്യം. പൊരുതി ജയിക്കാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഇമ്പോസിബിൾ ആണ്, അത് അസാധ്യമാണ്. ഒരിക്കലും അതിന് കഴിയില്ല. നമ്മൾ ഒരു കാര്യവും പൊരുതി നേടാനായിട്ട് കഴിയില്ല. അത് ഗുരു ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ, ഒരു പ്രസ്താവന പോലെ അവിടെ പറയാണ്, പൊരുതു ജയിപ്പത് അസാധ്യം. ഒന്നിനോടൊന്ന് ഒരു മതവും പൊരുതാൽ ഒടുങ്ങുകയില്ല. ഒരു മതം വേറൊരു മതത്തിന്റെ മേല് കയറിയിട്ട് എന്റെ മതമാണ് ശരി എന്ന് പറയുമ്പോൾ മറ്റൊരു മതം പറയുന്നു എന്റെ മതമാണ് ശ്രേഷ്ഠം എന്ന് പറഞ്ഞ് കലാപം ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ഇതിന് അറുതി എവിടെയാണ് എന്നാണ് ഗുരു ചോദിക്കുന്നത്. പൊരുതാൽ ഒടുങ്ങുകയില്ല, പൊരുതി ജയിപ്പത് അസാധ്യം, ഒന്നിനോടൊന്ന് ഒരു മതവും പൊരുതാൽ ഒടുങ്ങുകയില്ല. പരമതവാദി എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ മതമാണ് ശരി, നിന്റെ മതം തെറ്റാണ് എന്ന് പറയുന്നവരെ ഗുരു വിളിക്കുന്ന പേരാണ് പരമതവാദി. ഇത് ഓർത്തിടാതെ പാഴേ പൊരുതു പൊലിഞ്ഞിടും എന്ന ബുദ്ധി വേണം. നിങ്ങൾക്കറിയാമോ, ഈ ലോകത്ത് ഏറ്റവും അധികം യുദ്ധങ്ങൾ നടന്നിട്ടുള്ളത് മതത്തിന്റെ പേരിലാണ്. നമ്മൾ പറയുന്നു മതം മനുഷ്യനുള്ളതാണ് എന്ന്, പക്ഷെ ഒരുപാട് മനുഷ്യര് തമ്മിൽ ചാകുന്നതും മതം പറഞ്ഞിട്ടാണ്. ഗുരുവിനെ അത് വേദനിപ്പിച്ചിരുന്നു. മനുഷ്യരെല്ലാം ഒന്നായ മാനവർക്കൊറ്റ നീതി, ഈ മണ്ണ് നമ്മുടെ ആകഭൂമി, ഒന്നായി പണിയെടുത്തുണ്ണണം നാം എല്ലാരും എല്ലാവർക്കും ഓമനകൾ എന്ന് ഗുരു പാടുമ്പോൾ ആ ഒരു ലക്ഷ്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഗുരു സംസാരിച്ചത്. മാനവ ജനതയെ കണ്ടിട്ട്, ആ മാനവ ജനതയ്ക്ക് മതം ഒരു വളരെ ഗംഭീരമായ ഒരു ഘടകമൊന്നുമല്ല, പക്ഷെ അതിൽ ഒരുപാട് മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളെ എടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ചില മാർഗരേഖയ്ക്ക് കാരണമാകും, ചില ആദർശങ്ങളെ, ചില ദിശാബോധങ്ങളെയൊക്കെ തരാൻ കാരണമാകും എന്നുള്ളത് ഗുരു സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ പകരം കാണുന്നത് എത്രയെത്ര കുരിശുയുദ്ധങ്ങൾ.
അല്ലെ? ഒരു മതത്തിന് വേറൊരു മതത്തെ കണ്ടുകൂടാ. നമ്മുടെ ഭാരതത്തിലെ തന്നെ ശാക്തേയന്മാരും ഗാണപത്യന്മാരും വൈഷ്ണവിസവും ശൈവിസവും ഇതൊക്കെ തന്നെയും പരസ്പരം യുദ്ധം പോലെ അല്ലെങ്കിൽ പരസ്പരമുള്ള കലാപത്തിലേക്ക് കലഹത്തിലേക്കൊക്കെ പോയിട്ടുണ്ട്. ഇതിന്റെ നിരർത്ഥകതയെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഗുരു പറഞ്ഞത്, മതങ്ങൾ തമ്മിൽ പൊരുതിയാൽ അത് വലിയ ആത്യന്തികമായിരിക്കുന്ന കലാപത്തിലേക്കാണ്, നാശത്തിലേക്കാണ് പോകുന്നത്. പരമതവാദി ഇതറിയുന്നില്ലല്ലോ. മതത്തിനു വേണ്ടി വാളെടുക്കുന്നവൻ ഇതറിയുന്നില്ലല്ലോ. പരമതവാദി ഇതോർത്തിടാതെ പാഴേ പൊരുതു പൊലിഞ്ഞിടും എന്ന ബുദ്ധി വേണം. അവിടെയും ഗുരു പറഞ്ഞത് ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ ഒരു സാമാന്യ ബോധം വേണം എന്നാണ്, എന്ന ബുദ്ധി വേണം. ഒരുപാട് സ്ഥലത്ത് ബുദ്ധി തരാൻ ഗുരു പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് ഈ ലോചനമാതീന്ദ്രിയം ഏതെങ്കിലും ഒന്നിങ് ആലോചന കൂടാതെ അബദ്ധത്തിങ്കലണഞ്ഞാൽ ആലാക്കിലുടൻ സന്മതി തോന്നിക്കുകനിക്കും കോലത്തുകര കോവിലിൽ വാഴും ഭഗവാനെ. അവിടെ എന്താ പറഞ്ഞത്? ഈ ലോചനം. നിങ്ങൾ എന്ന് ചൊല്ലുന്ന പ്രാർത്ഥനയല്ലേ കോലതീരസ്തവം? ഈ ലോചനം ആദി ഇന്ദ്രിയം ഏതെങ്കിലും ഒന്നിനും ആലോചന കൂടാതെ അബദ്ധത്തിലണഞ്ഞാൽ ആ ലാക്കിലുടൻ സന്മതി തോന്നിക്കുക. ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലുതായി കിട്ടേണ്ട അനുഗ്രഹം എന്താണെന്നറിയാമോ? പ്രതിസന്ധി ഘട്ടത്തിൽ സദ്ബുദ്ധി ഉണ്ടാവുക എന്നുള്ളതാണ്. അതിലും വലിയൊരു അനുഗ്രഹം ഇല്ല. നമ്മൾ വിചാരിക്കുന്ന അനുഗ്രഹങ്ങളുടെ പട്ടികയല്ല നാരായണ ഗുരുദേവൻ നമുക്ക് കാണിച്ചു തരുന്ന അനുഗ്രഹം. ഗുരു പറയാണ്, നമുക്ക് ഈ തന്നിട്ടുള്ള ഈ ഉപകരണങ്ങൾ ഉണ്ടല്ലോ, ഈ ലോചനം ആദീന്ദ്രിയം, ഈ കണ്ണ് മുതലായ ഇന്ദ്രിയങ്ങള്, ഈ കണ്ണും ഈ മൂക്കും ഈ നാക്കും ഈ തൊക്കും ഈ ചെവിയും വെച്ചിട്ടാണല്ലോ ഞാൻ നിങ്ങളെയൊക്കെ കാണുന്നതും കേൾക്കുന്നതും രുചിക്കുന്നതും അറിയുന്നതും ഒക്കെ. ഈ പ്രപഞ്ചത്തെ അറിയാൻ, ഈ ലോകത്തെ അറിയാൻ നമുക്ക് കിട്ടിയിട്ടുള്ള 5 ഉപകരണമാണിത്. പക്ഷെ ഇവന്മാര് ഭയങ്കര പ്രശ്നക്കാരാണ്, ശ്രദ്ധിച്ചില്ലെങ്കിൽ. ഇവര് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇവര് തന്നെ നമ്മളെ കുഴിയിൽ ചാടിക്കും. കണ്ണിനെ നമ്മളെ കുഴിയിൽ ചാടിക്കാൻ പറ്റും. രൂപത്തിന്റെ പുറകെ പോയാൽ മതി. സൗന്ദര്യത്തിന്റെ പുറകെ പോയി പെട്ടുപോകുന്ന എത്രയോ ആളുകളുണ്ട്, അല്ലെ? കേൾവിയുടെ പുറകെ പോയി പെട്ടുപോകുന്ന എത്രയോ ആളുകളുണ്ട്. രുചിയുടെ പുറകെ പോയി അസുഖം വരുത്തി വെക്കുന്ന എത്രയോ ആളുകളുണ്ട്. അപ്പോ ഏതൊരു വസ്തുവിന്റെ പുറകെ പോയാലും അവിടെ ഒരു നാശം ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ശങ്കരാചാര്യ സ്വാമികളൊക്കെ പറയും, ഏതെങ്കിലും ഒന്നിന്റെ പുറകെ പോയാൽ തന്നെ നാശാണ്. ശബ്ദാദിഭി പഞ്ചഭിരേവ പഞ്ചത്വമാപു സുഗുണേന ബദ്ധ കുരംഗമാതംഗ പതംഗമീന ഭൃംഗാനര പഞ്ചഭിരഞ്ജിതയ്ക്കുമെന്ന് ആചാര്യസ്വാമികൾ വിവേക ചൂടാമണിയിൽ ചോദിക്കുന്നുണ്ട്. എന്നുവെച്ചാല് കുറച്ച് ജീവികളുടെ പേരെടുത്ത് പറഞ്ഞിട്ട് പറയണ, ഈ ജീവികളൊക്കെ അപകടത്തിൽ പെടുന്ന എങ്ങനെയാ അറിയോ? ഇപ്പൊ ഇന്നലെ ഞങ്ങള് ഈ നല്ലൊരു മഴയുണ്ടായിരുന്നു മിനിഞ്ഞാന്ന്. അപ്പൊ ഇന്നലെ ബൾബ് ഇട്ട് കഴിഞ്ഞപ്പോ നിറച്ച് ഈയാമ്പാറ്റകള് രാവിലെ ആയപ്പോഴേക്കും ഒക്കെ ഇങ്ങനെ മരിച്ചു കിടക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് ആ ഈയാമ്പാറ്റ മരിക്കുന്നത്? ആ ഈയാമ്പാറ്റ വിചാരിക്കുന്നത് ആ കത്തി നിൽക്കുന്ന ബൾബ് എന്തോ സുന്ദരമായ ഒരു പുഷ്പമാണെന്നായിരിക്കും, അല്ലെ? അതിന് നല്ല തേനുണ്ട്, മധുവുണ്ട് എന്നൊക്കെ ആയിരിക്കും. പക്ഷെ അത് ഓടി വന്ന് രൂപത്തിന് പുറകെ പോയിട്ട് അത് ഓടി വന്ന് അതിനെ പുൽകുമ്പോഴാണ് അതിന് മരണം വരിക. ആചാര്യസ്വാമികൾ പറയണം, ഒരു പതംഗം ആപത്തിൽ പെടുന്നത് കണ്ണ് ചതിച്ചിട്ടാണ് എന്ന്, രൂപത്തിന് പുറകെ പോയിട്ടാണ് എന്ന്. ഒരു മാൻ ആപത്തിൽ പെടുന്നത് കാത് ചതിച്ചിട്ടാണത്രേ. മാനിന് പാട്ട് വലിയ ഇഷ്ടമാണത്രേ. അപ്പൊ വേടനൊക്കെ പാട്ട് ഓൺ ചെയ്ത് വെച്ചിട്ടാണത്രേ മാനിനെ പിടിക്കുക. അപ്പൊ മാൻ ഓടാൻ മറന്നു പോകും, കഥയാണ്. അപ്പൊ മാൻ ഓടാൻ മറന്നുപോയ മാനിനെ പെട്ടെന്ന് വലയിലാക്കും എന്നാണ്. ആനയെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നത് പിടിയാനയെ കാണിച്ചിട്ടാണത്രേ. സ്പർശത്തിന് പുറകെ പോവാനുള്ള വാസന കൂടുതലാണത്രേ ആനയ്ക്ക്. അപ്പോ അതുപോലെ വണ്ട് എങ്ങനെയാ മരിക്കുന്നത്? വണ്ട് ഇങ്ങനെ തേൻ കുടിച്ച് താമരപ്പൂവിന്റെ ഉള്ളിലേക്ക് പോയി തേൻ കുടിച്ചിരുന്ന് വൈകുന്നേരം ആകുമ്പോ താമര കൂമ്പുന്നത് അറിയാതെ അവിടെ തന്നെ ഇരുന്ന് ഉന്മത്തനായി മത്ത് പിടിച്ച് ഉണ്ട് പെരണ്ട് മരിച്ചു. ഇങ്ങനെ ഓരോ ജീവജാലം. അതുപോലെ
മീൻ എങ്ങനെ അപായടെ, മീൻ രുചിയുടെ നാവിന്റെ പുറകെ പോയിട്ടാണ് അത്ര. വികൃതി കുട്ടികളൊക്കെ കൊരുക്കുന്ന ചൂണ്ടലിൽ കാണുമ്പോഴേക്കും ഓടി വന്ന് കൊത്തും. ആവശ്യത്തിന് ഭക്ഷണം തടാകത്തിലുണ്ടെങ്കിലും ചൂണ്ടലിൽ കിട്ടുന്ന ഇര കാണുമ്പോൾ ഓടി വന്ന് ഇതൊന്ന് നുണഞ്ഞു കളയാം എന്ന് കരുതി ഞൊട്ടുമ്പോഴാണ് അത് അപകടത്തിൽ പെടുക. ഈ 5 ജീവികളെ പറഞ്ഞിട്ട് ആചാര്യസ്വാമികളോട് നമ്മളോട് ചോദിക്കണത് എന്താ അറിയോ? ഇത് 5ന്റെ പുറകെ പോണ മനുഷ്യന്റെ കാര്യം പറയാനുണ്ടോ എന്നാണ്. ഓരോന്നിന്റെ പുറകെ പോയിട്ട് ഈ ജീവികൾക്കെല്ലാം ഇതാണ് സംഭവിച്ചത് എങ്കിൽ ഇത് 5ന്റെയും പുറകെ പോകുന്ന മനുഷ്യന്റെ കാര്യം പറയാനുണ്ടോ? അപ്പൊ അത്രയും ഒരു ചതിയിലേക്ക് അല്ലെങ്കിൽ അത്രയും പ്രശ്നത്തിലേക്ക് പോകാവുന്ന ഒരു കുഴി എപ്പോഴും നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികള് ലോകം മുഴുവൻ കേൾക്കുമാറ് കഠോപനിഷത്തിലെ വിഖ്യാതമായ വാക്യം ഉരുവിട്ടത് ഉത്തിഷ്ഠത, ജാഗ്രത. ഈ ജാഗ്രത എന്ന വാക്ക് നിസാര കാര്യമല്ല. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഉപനിഷത്തിൽ പറഞ്ഞിട്ടുള്ള ആ വാക്കിന്റെ പ്രസക്തി, പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. എത്ര കണ്ട് ഒരു വ്യക്തി ജാഗരൂകമായിരിക്കുന്നുവോ അത്ര കണ്ട് അവൻ ആത്മബോധത്തിൽ ഉണർന്നവനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ജാഗ്രത എവിടെയൊക്കെ കുറയുന്നുവോ അത്ര കണ്ട് അവൻ അവനിൽ നിന്ന് അകന്നു പോവുകയാണ്. അപ്പൊ ജാഗ്രത വേണമെന്ന് പറയാനാണ് ഗുരു പ്രാർത്ഥിക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ വരുമ്പോ ഈ ലോചനമാതീന്ദ്രിയമേതെങ്കിലും ഒന്നിങ്ങ് ആലോചന കൂടാതെ അബദ്ധത്തിങ്കൽ അണഞ്ഞാൽ എന്റെ കണ്ണോ എന്റെ മൂക്കോ എന്റെ നാക്ക് എന്റെ ഇന്ദ്രിയങ്ങള് ഈ വീണ്ടും വിചാരമില്ലാതെ എന്തിന്റെയെങ്കിലും പുറകെ പോയി ഏതെങ്കിലും ഒരു ഊരാക്കുടുക്കിൽ ഞാൻ പെട്ടു പോവുകയാണെങ്കിൽ ഭഗവാനെ, പ്രാർത്ഥനയാണ്. നമ്മൾ വിചാരിക്കുന്ന പ്രാർത്ഥനയൊന്നുമല്ല ഗുരു ചൊല്ലാൻ പറഞ്ഞ പ്രാർത്ഥന. നമ്മള് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കണ നേരത്തെ ഇത് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. നമ്മളുടെ ആവശ്യങ്ങളൊക്കെ വേറെയാണ്. വിവാഹം നടക്കണം, വീട് പണി തീരണം, തറക്കല്ലിടിയിൽ നടക്കണം, മോൾക്ക് ജോലി കിട്ടണം, മകന്റെ കല്യാണം നടക്കണം. പക്ഷെ ഗുരു പറഞ്ഞു തന്ന പ്രാർത്ഥനയുടെ സ്വഭാവം വേറൊന്നാണ്. വ്യക്തി ശാന്തമായിരുന്നു കഴിഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും വലിയ പ്രശ്നം ഉണ്ടാവാൻ പോണില്ല. അപ്പൊ വ്യക്തിയെ ശാന്തമാക്കുന്ന, വ്യക്തിയെ ദീപ്തമാക്കുന്ന, വ്യക്തിയെ ആത്മബോധമുള്ളതാക്കുന്ന പ്രാർത്ഥനകളാണ് ഗുരു പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ടാണ് ആലോചന കൂടാതെ അബദ്ധത്തിങ്കലണഞ്ഞ. ഇവിടെ ഗുരുപഥം എന്നാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ പേര്. ആ പഥത്തിന്റെ മുമ്പിൽ ഒരു ആയിട്ട് എന്തായി? അബദ്ധം എന്നാണ്. അപ്പൊ അബദ്ധത്തിലണയുക എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് പറഞ്ഞിട്ടുള്ള മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് നടക്കുക. എനിക്ക് നടക്കാനായിട്ട് ഒരു റോഡ് അവിടെ ഉണ്ടെങ്കിലും ആ മതിൽ ചാടി നടക്കാൻ ഒരു മോഹം. നല്ലൊരു വഴി അവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, എന്നാലും മതിൽ ചാടി അപ്പുറത്തേക്കൂടെ പോകുമ്പോ അതെന്തായി? അത് അബദ്ധമായി. അപ്പൊ അങ്ങനെയൊക്കെ ജീവിതത്തിൽ മനുഷ്യരല്ലേ എപ്പോഴെങ്കിലും ഒക്കെ തോന്നാം. അതുകൊണ്ടാണ് ഗുരു പറയുന്നത് അബദ്ധത്തിങ്കൽ അണഞ്ഞാൽ. അങ്ങനെ വരുന്ന സമയത്ത് പഥത്തിൽ നിന്ന് മാറി എനിക്ക് അനുവദനീയമായിരിക്കുന്ന മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് ഞാൻ എപ്പോൾ സഞ്ചരിക്കുന്നുണ്ടോ ആ നിമിഷം പിന്നീടല്ല, ആ ലാക്കിലുടൻ. ആ വാക്കാണ് ഗുരു ഉപയോഗിച്ചത്. ആ ലാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ആ മൊമെന്റ് എന്നുള്ള അർത്ഥത്തിലാണ്. എപ്പോഴാണോ നമുക്കിത് സംഭവിക്കുന്നത് ആ നിമിഷം തന്നെ സന്മതി തോന്നിക്കുക. എനിക്ക് സന്മതി തോന്നണം, എനിക്ക് സന്മതി തോന്നണം, നല്ല ബുദ്ധി തോന്നണം. എല്ലാം കഴിഞ്ഞ് അപ്പനെയും തല്ലി അമ്മേനെയും തല്ലി പോലീസ് ജീപ്പ് വരുമ്പോ തോന്നിയിട്ട് കാര്യമില്ല. മനസ്സിലായോ? ആരോടാണ് സംസാരിക്കുന്നത്, ആരോടാണ് മറുത്ത് പറയുന്നത്, ആരെയാണ് ഉപദ്രവിക്കാൻ പോകുന്നത്, ആരെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ മോശമായി പെരുമാറുന്നത് എന്ന് അവരുടെ അടുത്തേക്ക് ഒരു സ്റ്റെപ്പ് വെക്കാൻ തുനിയുന്ന വേളയിൽ തന്നെ ഓർമ്മിപ്പിക്കുന്ന ബുദ്ധി. അതാണ് ആ ലാക്കിലുടൻ സന്മതി തോന്നിക്കുക എനിക്ക്. അതാണ് അനുഗ്രഹം. നമ്മൾ എന്ത് പഠിക്കുമ്പോഴും ഗുരുദേവ കൃതികളായിക്കൊള്ളട്ടെ, ഭഗവത്ഗീതയായിക്കൊള്ളട്ടെ, ഉപനിഷത്തുകളായിക്കൊള്ളട്ടെ, ശങ്കരകൃതികളായിക്കൊള്ളട്ടെ, നമ്മൾ ഇതൊക്കെ പഠിക്കാറുണ്ട്. സമയം പോലെ നമ്മൾ പഠിക്കാറുണ്ട്. നിങ്ങൾ അതൊക്കെ ഇത്രയെങ്കിലും വായിക്കുന്നതും പഠിക്കുന്നതും കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്.
പക്ഷെ ഈ വായിക്കുന്നതും പഠിക്കുന്നതും എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അത് കേവലം നമ്മളുടെ ബുദ്ധിയെ വികസിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, പകരം ജീവിത സന്ദർഭങ്ങളിൽ ഓർമ്മ വരാനും അതത് സന്ദർഭങ്ങളിൽ ഓർമ്മ വന്ന് അതിനൊരു പരിഹാരം കാണുവാനും കൂടി വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് മനോഹരമായ ഒരു പ്രാർത്ഥന ഉപനിഷത്തില് ഗുരുവും ശിഷ്യനും ഒരുമിച്ചിരുന്ന് ചൊല്ലുന്നുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങൾക്കറിയാം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. അറിഞ്ഞൂടെ പ്രാർത്ഥന? ഉപനിഷത്തിലെ പ്രാർത്ഥനയാണ്. സഹ നൗ അവതു. നൗ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ രണ്ടുപേരെ. ആരാ ഞങ്ങള് രണ്ടുപേരും? ഗുരുവും ശിഷ്യനും. ടീച്ചറും കുട്ടിയും പഠിക്കാതിരിക്കുകയാണ്. അപ്പൊ കുട്ടിക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കുക, അല്ലെ? നമ്മൾ പറയും, വിദ്യാർത്ഥികളോട് പറയും, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, അതിനു മുമ്പ് എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ടീച്ചർ നിൽക്കുന്നത്. പണ്ട് കാലത്ത് അങ്ങനെ ഒരു പ്രാർത്ഥന പറഞ്ഞു തന്നിട്ടുണ്ട്. ഗുരുവും പ്രാർത്ഥിക്കുകയാണ് ഒപ്പം. എന്താ പറയുന്നത്? ഞങ്ങളെ രണ്ടുപേരെയും ഈ പരമാത്മാവ് രക്ഷിക്കുമാറാകട്ടെ എന്നാണ്. സഹ നൗ അവതു. ഞങ്ങളെ രണ്ടുപേരെയും രക്ഷിക്കട്ടെ. എല്ലാ അർത്ഥത്തിലും ദൈവമേ കാത്തുകൊള്ളുക, അങ്ങ് കൈവിടാതെ ഇങ്ങ് ഞങ്ങളെ രണ്ടുപേരും ഈ ഞങ്ങളെ കൈവിടാതെ കാത്തുകൊള്ളണേ എന്ന പ്രാർത്ഥനയാണ് അവതു എന്ന വാക്കിൽ പറയണത്. സഹനൗ ഭുനക്തു സഹവീര്യം കരവാവഹൈ. ഞങ്ങൾ ഒരുമിച്ച് ഊർജം സംഭരിക്കട്ടെ. എന്തിന്? ഈ വേദാന്തത്തെ പഠിക്കുന്നതിന്, ഈ ജീവിതത്തിന്റെ അർത്ഥപൂർണിമയെ നേടുന്നതിന്. ആ വരികൾ കഴിഞ്ഞൊരു വരി പറയാനാ ഞാനിത് പറഞ്ഞത്. അവിടെ പറയാണ്, തേജസ്വി നൗ അധീതം അസ്തു. തേജസ്വിനാവധീതമസ്തു. എന്താ പറയണത്? ഞങ്ങൾ രണ്ടുപേരും പഠിച്ചതെല്ലാം തേജസ്സുറ്റതായി തീരട്ടെ. അതെങ്ങനെയാ തേജസ്സുറ്റതാവുക? നമ്മളൊരു ഈ പറഞ്ഞ പോലെ ഒരു മന്ത്രം പഠിച്ചു, അതിന്റെ പരീക്ഷ വന്നു. ആ പരീക്ഷയിൽ നമുക്ക് ആ മന്ത്രം എഴുതി 10ൽ 10 കിട്ടുന്നു മാത്രമാണ്. അതല്ല, ഇത് വേദാന്തം ഒരിക്കലും ജീവിതത്തിൽ നിന്ന് അന്യമായ ഒരു കാര്യമല്ല. നമ്മുടെ ജീവിതത്തില് പലവിധമായിരിക്കുന്ന വൈകാരിക പ്രക്ഷുബ്ധതകളൊക്കെ വരും. അപ്പൊ ഞാനൊരു സന്യാസിയാണെങ്കിലും എനിക്ക് കോപം വന്നുന്നിരിക്കും, എനിക്ക് അസൂയ വന്നുന്നിരിക്കും, എനിക്ക് അസഹിഷ്ണുത വന്നുന്നിരിക്കും. മാനുഷികമായിരിക്കുന്ന പല വൈകാരികമായ ഭാവങ്ങൾക്കും ഞാൻ ചിലപ്പോൾ അടിപ്പെട്ടു പോയെന്നിരിക്കും. ആ സമയത്ത് ഇതൊക്കെ പഠിക്കണം. അതിനാണ് എപ്പോഴാണോ നമ്മുടെ ഉള്ളിൽ നമ്മളല്ലാത്ത ഒരു ഭാവം, നമ്മളല്ലാത്ത ഒരു ചേതോവികാരം കടന്നു വരുന്നത്, ആ നിമിഷങ്ങളിൽ നമ്മൾ വായിച്ച ഉപനിഷത്ത്, നമ്മൾ പറഞ്ഞ ശാന്തി മന്ത്രം പ്രയോഗത്തിൽ വരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ് തേജസ്വിനാവധീതവസ്തു. അതാണ് ആ ലാക്കിലുടൻ സന്മതി തോന്നിക്കുക എനിക്ക് കോലത്തുകരക്കോവിലിൽ വാഴും ഭഗവാനെ എന്ന് പറഞ്ഞത്. ഇതാ സമയത്ത് തോന്നാം. നമ്മൾ എന്ത് പഠിക്കുമ്പോഴും നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു സംഗതിയാണത്. ഞാൻ എന്ത് വായിക്കുന്നതും ഞാൻ എന്ത് പഠിക്കുന്നതും എൻ്റെ ജീവിത സന്ദർഭങ്ങളിൽ യോജിക്കേണ്ട സ്ഥലത്ത് യോജിക്കേണ്ട വിധം പ്രായോഗികമാക്കാൻ എനിക്ക് പറ്റണേ ഗുരുവേ എന്ന് പറയണം. അതൊരു പ്രാർത്ഥനയാണ്. കുറെ കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെ? ബന്ധങ്ങളെ നിലനിർത്തുവാനും വ്യക്തികൾക്കിടയിലുള്ള ധാരണകൾ എല്ലാം അടിച്ച് പിരിஞ்சു കഴിഞ്ഞ് ഒരുമിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്. അടിച്ചു പിരിയണതിന് മുമ്പ് അടിച്ചു പിരിയാതിരിക്കാനുള്ള സന്മതി തരണം. എന്ത് കാര്യം നമ്മൾക്ക് അതാണ് വേണ്ടത്. നമ്മൾ അത്രയും വൈകാരികമായിരിക്കുന്ന ഒരു പക്വതയിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഇന്ന് നമുക്കതില്ല, വൈകാരിക പക്വതയില്ല, അല്ലെ? IQ ലെവലൊക്കെ എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യമാണ്. പക്ഷെ EQ ലെവല്, ഒരു ഇമോഷണൽ ആയിരിക്കുന്ന ഒരു പക്വത നമ്മൾക്ക് പലപ്പോഴും
ഉണ്ടാവാറില്ല. ഈ ഇമോഷണൽ പക്വത, വൈകാരികമായിരിക്കുന്ന പക്വതയെ ഉണ്ടാക്കി തരുന്നതിനാണ് ആധ്യാത്മിക ശാസ്ത്രങ്ങൾ ശ്രമിക്കുന്നത്. എന്ന് വെച്ചാല് നീ ജനിച്ച പോലെ തന്നെ നീ ചാവുമ്പോഴും ആവരുത്. 20 വയസ്സിലെ നീ ആകരുത് 40 വയസ്സില്. നീ ഇങ്ങനെ വളരും തോറും എന്ത് വേണം? നീ മാറിക്കൊണ്ടിരിക്കണം. നിനക്കൊരു രൂപാന്തരീകരണം ആവശ്യമുണ്ട്. ഒരു പുഴു പൂമ്പാറ്റയാകുന്ന പോലെ പ്യൂപ്പയായി, ലാർവയായി ഓരോരോ പരിണാമഘട്ടങ്ങളിലൂടെ നീ കടന്നു പോകേണ്ടതുണ്ട്. എന്നും പുഴുവായിട്ടിരിക്കരുത്. അപ്പോ ആ രൂപാന്തരീകരണത്തിന് വേണ്ടുന്നതൊക്കെ നമ്മൾ സ്വീകരിക്കുന്നിടത്ത് അവിടെയാണ് മനുഷ്യൻ പക്വമതികളായിട്ട് തീരുന്നത്, അല്ലെങ്കിൽ പക്വതയുള്ള ഒരാളായിട്ട് തീരുന്നത്. മഹാഭാരത യുദ്ധഭൂമിയില് അർജുനന് നഷ്ടപ്പെട്ടതും ഈ പക്വതയാണ്, ഈ വൈകാരിക പക്വതയാണ്. അതുവരെ യുദ്ധത്തെ ഒരു കളിതമാശ പോലെ കണ്ടിരുന്ന അർജുനൻ ആരെ വേണമെങ്കിലും യുദ്ധത്തിൽ തോൽപ്പിക്കാനും ആരെ വേണമെങ്കിലും യുദ്ധത്തിൽ വധിക്കാനും കഴിയുമായിരുന്ന അർജുനന് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വന്നു നിന്നപ്പോ കൈകാലുകൾ വിറച്ചു, അല്ലെ? അപ്പൊ അതുവരെ കൊന്ന മനുഷ്യരെ ഓർത്ത് വലിയ വേബന്ധമൊന്നും ഉണ്ടായിട്ടില്ല, കുറ്റബോധമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇന്ന് കാണുന്ന ആളുകൾ അത് കണ്ട പോലെയല്ല. ഇത് എന്റെ ആളുകളാണ്, ഞാൻ വധിക്കേണ്ടത്, ഞാൻ തോൽപ്പിക്കേണ്ടത്, അത് എന്റെ ആളുകളാണ് എന്നുള്ള ഒരു ബോധ്യം, ഒരു മമത, ഒരു സംഘം വന്നപ്പോഴാണ് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണനോട് പറഞ്ഞത്, എനിക്ക് പറ്റില്ല കൃഷ്ണ, ഗാണ്ഡീവം സ്രംസതേ ഹസ്താത് ത്വച്ചൈവ പരിദഹ്യതേ എന്ന് പറഞ്ഞു. എനിക്കൊന്നിനും വയ്യ, എന്റെ മുഖം വരളുകയാണ്, എന്റെ വായ നനവൊക്കെ പോയി, എന്റെ വായ ഒട്ടിപ്പോവാണ്, ശുഷ്കിച്ചു പോവാണ്, എന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, ഗാണ്ഡീവം നിലത്തേക്ക് ഊർന്നു പോവാണ്. എന്തൊരു ഘോരമായ കർമ്മത്തിലേക്കാണ് കൃഷ്ണ നീ എന്നെ വലിച്ചിഴക്കുന്നത്, എന്തൊരു മഹാപാപമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ 100 കണക്കിന് യുദ്ധങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊന്നും അർജുനന് ഈ ചിന്തയുണ്ടായിരുന്നില്ല, ഞാൻ മഹാപാപമാണ് ചെയ്യുന്നത് എന്നും ഞാൻ മനുഷ്യരെയാണ് കൊല്ലുന്നത് എന്നും. പക്ഷെ എന്റെ ആളുകളുടെ കാര്യം വന്നപ്പോ, അല്ലെ, ഏത് അധികാരികളുടെ അടുത്താണെങ്കിലും എന്റെ ആളുകളെ എന്ത് തോന്നിയാസം ചെയ്താലും അതിനെ സംരക്ഷിക്കുന്ന അധികാരികളെ നമ്മൾ കണ്ടിട്ടില്ലേ? ഇതേ തരത്തിലൊരു ഭാവം അർജുനന്റെ ഉള്ളിലുണ്ടായി. അതുവരെ ഇല്ലാത്ത ഒരു കുഴപ്പം, സ്വന്തം ആളുകള് എല്ലാവിധമായ തെറ്റുകളും ചെയ്തിട്ട്, അധർമ്മപക്ഷത്ത് നിന്ന് എല്ലാവിധമായ തെറ്റുകളും ചെയ്തപ്പോഴും എന്റെ ആളുകൾ എന്നുള്ള പരിഗണന കൂടിപ്പോയി. അവരെന്ത് ചെയ്യും? ഇതിലും ഭേദം എനിക്ക് ഭിക്ഷയെടുത്ത് എനിക്ക് സന്യാസിയായി പോകുന്നതല്ലേ കൃഷ്ണ നല്ലത്. ഈ വനിതകളൊക്കെ വിധവകളാകില്ല. അർജുനന്റെ സംശയം ന്യായമാണ്. ഈ വനിതകളൊക്കെ ഈ പുരുഷാരം മുഴുവൻ ഇങ്ങനെ യുദ്ധഭൂമിയിൽ നിൽക്കുമ്പോൾ അവരെയൊക്കെ വധിച്ചു കഴിയുമ്പോൾ പിന്നെ ഈ സ്ത്രീകൾക്ക് ആരാ ഉള്ളത്? അവരാരെങ്കിലുമൊക്കെ വന്ന് കെട്ടിക്കൊണ്ടുപോവില്ലേ? അങ്ങനെ ഇവിടെ വർണ്ണസങ്കരം വരില്ലേ? വർണ്ണവ്യവസ്ഥ ഇല്ലാണ്ട് പോവില്ലേ? അന്നത്തെ കാലത്ത് അർജുനന് അതൊക്കെ വലിയ പ്രശ്നമായിരുന്നു. അപ്പൊ ഒരു അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് അർജുനൻ സംസാരിക്കുന്നത്. അങ്ങനെ വരുമ്പോ എനിക്ക് വയ്യ, ഞാനിത് നിർത്തി, ഞാൻ ഇതിലും ഭേദം സന്യസിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അർജുനൻ ഈ തേർതട്ടില് എല്ലാവിധമായ ഗ്ലാനിയോടും കൂടിയിട്ട് ഇരിക്കുന്നിടത്താണ് കൃഷ്ണന്റെ ഗീതോപദേശം തുടങ്ങുന്നത്. ഒരു വ്യക്തി എനിക്കിനി വയ്യ എന്ന് പറയുകയും ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം, ഞാൻ നിന്റെ ശിഷ്യനാകുന്നു, എന്നെ ഉപദേശിച്ചാലും എന്നുകൂടി പറഞ്ഞതിന് ശേഷം മാത്രം അതുവരെ സുഹൃത്തായിരുന്ന കൃഷ്ണൻ, അതുവരെ അർജുനന്റെ സഖാവ് മാത്രമായിരുന്ന കൃഷ്ണൻ ആ ഒരൊറ്റ വിളിയിൽ ഞാൻ നിന്റെ ശിഷ്യനാണ് എന്ന് പറയുമ്പോ അവിടെ എന്താണ്? ഗുരു എന്നാണ് വിളിച്ചത്. അതുവരെ എടാ ചെങ്ങാതി എന്ന് വിളിച്ച ആള് ഒരു മൂല്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ ഗുരുത്വത്തെ ദർശിച്ചുകൊണ്ട് നീ എനിക്ക് ഗുരുവാണ്, ഞാൻ നിന്റെ ശിഷ്യനാണ്, നീ എന്നെ ഉപദേശിച്ചാലും എന്ന് പറഞ്ഞ് തേർതട്ടിലിരുന്നപ്പോൾ മാത്രമാണ് ശ്രീകൃഷ്ണ പരമാത്മാവ് സംസാരിച്ചു തുടങ്ങിയത്. അതുവരെ സംസാരിച്ചില്ല. നമ്മുടെ ഇടയിൽ നമ്മൾ ഈ സജ്ജനങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ചങ്ങാത്തുള്ളവരുണ്ടെങ്കിലും നമ്മൾ അവരോട് അത്തരത്തിൽ സമീപിക്കുമ്പോൾ മാത്രമാണ് അവര് അത്തരം കാര്യങ്ങൾ പറയുക, തത്വചിന്തകൾ പറയാ, അധ്യാത്മ രഹസ്യങ്ങൾ പറയാ. എല്ലാവരോടും അങ്ങനെ പറയില്ല. എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയുമ്പോൾ കേൾക്കുവാനുള്ള പക്വത അവന് വരാത്തിടത്തോളം കാലം ആ വ്യക്തിയോട് അത് പറഞ്ഞിട്ട് കാര്യമില്ല.
അപ്പൊ അവനൊരു സന്ദർഭം വരും, അവനൊരു സമയം വരും, തിരിച്ചറിവിന്റെ ഒരു സമയത്തിൽ അവൻ നമ്മളോട് ആവശ്യപ്പെടും. ആ സമയത്താണ് അത് കൊടുക്കേണ്ടത്. അവിടെയാണ് ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശം പറഞ്ഞു തുടങ്ങിയത്. അപ്പൊ എല്ലാ കാര്യങ്ങളെയും ഞാൻ എന്തുകൊണ്ട് യുദ്ധം ചെയ്യുന്നില്ല എന്നുള്ള കാര്യം കാര്യകാരണ സഹിതം നിരത്തി പറഞ്ഞിട്ട് അതൊക്കെ പറഞ്ഞിരിക്കുന്ന അർജുനനോട് കൃഷ്ണൻ ആദ്യം പറഞ്ഞത് അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗദാസൂനഗദാസുംശ്ച നാനുശോചന്തി പണ്ഡിത. എന്താ അർജുന നീ കാണിക്കുന്നത്? അശോച്യാൻ അന്വശോചസ്ത്വം, നീ ദുഃഖിക്കേണ്ടാത്തവർക്ക് വേണ്ടി ദുഃഖിക്കുന്നു. ഈ ദുഃഖം അർഹതപ്പെട്ടവരാണെങ്കിൽ കുഴപ്പമില്ല അല്ലെ. നമുക്ക് അലിവും ദാനവും ഒക്കെ ചെയ്യുന്നത് അർഹത എന്ന് പറയുന്ന ഒരു ഘടകം വളരെ വലുതാണ്. അർഹതയുള്ളവനെ കണ്ട് പരിതപിക്കുക, അർഹതയുള്ളവനോട് നമുക്ക് ദൈന്യത തോന്നുക, അത് ന്യായമാണ്. ഗോവിന്ദസ്വാമിനെ കണ്ടിട്ട് കനിവ് തോന്നേണ്ട കാര്യമുണ്ടോ? ഇല്ല അല്ലെ. നമുക്ക് എന്തിനും എന്ത് വേണം? ഒരു അർഹത വേണം. ആ വ്യക്തി അതിന് അർഹനാണോ എന്ന് വേണം. ഇവിടെ കൃഷ്ണൻ അർജുനോട് പറയാണ് അശോച്യാൻ അന്വശോചസ്ത്വം, നീ ദുഃഖിക്കേണ്ടാത്തവർക്ക് വേണ്ടി ദുഃഖിക്കുന്നു. എന്നിട്ടോ പ്രജ്ഞാവാദാംശ്ച ഭാഷസേ. എന്താ രസം നിന്റെ അവസ്ഥ കാണാൻ. വലിയ ഫിലോസഫി ഗീർവാണ അടിക്കുന്നു, എന്നിട്ട് നീ ദുഃഖിക്കുന്നു. ഇത് രണ്ടും ഒരുമിച്ച് പോവോ? ഫിലോസഫി പറച്ചിലും ദുഃഖവും പോവില്ല. ഫിലോസഫി ഉള്ളിൽ നിന്നാണ് വരുന്നതെങ്കിൽ അവന് ദുഃഖം ഉണ്ടാവില്ല. ഇത് നമ്മൾക്ക് എല്ലാം ഫിലോസഫി അറിയാം, ഗുരുദേവകൃതി 62 കാണപ്പാടാ. എന്നാലും ഒരു കൊച്ചുകുട്ടി കണ്ണിറുക്കി കാണിക്കുമ്പോഴേക്കും നമ്മള് നെഞ്ഞത്തടിച്ച് കരയാ, അയ്യോ എന്നെ അവര് കണ്ണുരുത്തി കാണിച്ച്, അയ്യോ അപ്പൊ അമ്മ അന്നും ആത്മോപദേശതകം ചൊല്ലിയുള്ള അത് ഇതും തമ്മിൽ എന്താ ബന്ധം, കുട്ടി എന്നോട് മിണ്ടുന്നില്ലല്ലോ എന്ന് പറയും നമ്മള്. അത്രയും നമ്മൾക്ക് അന്യമാണ് ഫിലോസഫിയും ദുഃഖവും. പക്ഷെ അങ്ങനെ അതൊരു വൈരുദ്ധ്യമാണെന്ന് കൃഷ്ണൻ ആദ്യം തന്നെ നമ്മുടെ കാപട്യത്തെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഫിലോസഫി പറയുകയും ദുഃഖിക്കുകയും ചെയ്യുന്നു. പ്രജ്ഞാവാദാംശ ഭാഷസേ. ഇത് ശരിയല്ല അർജുന, നീ പണ്ഡിതന്മാരെ പോലെ പറയുന്നു. പക്ഷെ പണ്ഡിതന്മാർ എങ്ങനെയുള്ളവരാണ്? ഗദാസൂൻ അഗദാസൂംശ്ച ന അനുശോചന്തി പണ്ഡിത. പ്രാണൻ പോയവരെ കുറിച്ചും പ്രാണൻ പോകാത്തവരെ കുറിച്ചും ഓർത്ത് പണ്ഡിതന്മാര് ദുഃഖിക്കാറില്ല. പിന്നെന്താ നിനക്കൊരു ദുഃഖം? നീ വലിയ ഫിലോസഫി പറയുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവത്ഗീത എന്ന വലിയ മഹത്തരമായിരിക്കുന്ന ജീവിത പഠനത്തെ അപഗ്രഥിക്കുന്ന ദൈനംദിന ജീവിതത്തിന് ചിന്തോദ്ദീപകമായിരിക്കുന്ന ആ സദ്ഗ്രന്ഥം തുടങ്ങുന്നത് അവിടെ നിന്നാണ്, 2-ാം അധ്യായത്തില്. എന്നിട്ടാണ് അർജുനന് ഈ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്ന പണ്ഡിതന്റെ ഭാവത്തെ അർജുനന് കൃഷ്ണൻ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. നമ്മൾ ആർജിക്കേണ്ട ഒരു തലം ഏതാണ്? ഒരു സാധാരണമായ ഒരു ജീവിതത്തിൽ നിന്ന് നമ്മൾ വരുമ്പോഴും സാധാരണമായ ഒരു വ്യക്തിയായി നമ്മൾ ജീവിക്കുമ്പോഴും നമ്മൾ എത്തിച്ചേരേണ്ടുന്ന ആത്യന്തികമായിരിക്കുന്ന തലം എന്ന് പറയുന്നത് ഒരു സ്ഥിതപ്രജ്ഞന്റേതാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ആ സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണമാണ് പിന്നീട് അങ്ങോട്ട് അർജുനന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. സ്ഥിതപ്രജ്ഞൻ അങ്ങനെയാണ്. സ്ഥിതപ്രജ്ഞൻ എന്ന് കേട്ട് കഴിഞ്ഞാല് പ്രജ്ഞ സ്ഥിരമായിട്ടുള്ളവൻ, ആത്മാവിൽ പ്രജ്ഞയുള്ളവൻ, ബുദ്ധി എപ്പോഴും ആത്മാവിൽ കേന്ദ്രീകരിച്ച് നിർത്തിയവൻ, അവനെയാണ് പണ്ഡിതൻ എന്ന് വിളിക്കുന്നത്, അവനെയാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് വിളിക്കുന്നത്. ആ സ്ഥിതപ്രജ്ഞന്റെ ഒരു സ്വഭാവത്തെ, ആ സ്ഥിതപ്രജ്ഞന്റെ ഒരു മനോഭാവത്തെ, ആ സ്ഥിതപ്രജ്ഞന്റെ ഒരു ജീവിതത്തെ അർജുനന് കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുകയാണ്. അർജുനൻ തന്നെ കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ മഹത്തുക്കളുടെ ഭാവം? സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്തസ്യ കേശവ സ്ഥിതധീ കിം പ്രഭാഷേത കിം ആസീത വ്രജേത കിം എന്ന് ചോദിക്കുകയാണ്. സ്ഥിതപ്രജ്ഞന്റെ ഭാഷ എന്താണ്? ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച ഒരു വ്യക്തിയുടെ ഭാഷ എന്താണ്? നമ്മളെ പോലെ മലയാളമാണോ പറയുക? അവൻ എങ്ങനെയാ ഇരിക്കുന്നത്, അവൻ എങ്ങനെയാ നടക്കുന്നത്, അവൻ എങ്ങനെ തിരിച്ചറിയാം എന്ന് ചോദിക്കുമ്പോഴാണ് വളരെ ആന്തരികമായിരിക്കുന്ന ചില സവിശേഷതകളെ, ചില ക്വാളിറ്റികളെ
പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഗുരുദേവ കൃതികൾ ആദ്യന്തം കടന്നു പോകുമ്പോൾ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന സ്ഥിതപ്രജ്ഞന്റെ മനോഭാവങ്ങളെ നമുക്കിങ്ങനെ നിരന്തരം കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഗുരുവിന് ഏതൊരു ഉപദേശത്തിന്റെ മുന്നിലും ഒരു എന്നുള്ള ആ വലിയ ഏകത എന്ന് പറയുന്ന അദ്വൈത ബോധത്തിങ്ങനെ ചാലിച്ച് വെക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ജാതിയെ പറയുമ്പോഴും മതത്തെ പറയുമ്പോഴും ദൈവത്തെ പറയുമ്പോഴും മനുഷ്യനെ പറയുമ്പോഴും ഒക്കെ അതിൻ്റെ ഒക്കെ മുന്നിൽ ഒരു എന്ന് എഴുതി വെച്ചത് വെറുതെയല്ല, വെറുതെ ഒരു ഭംഗിക്ക് വെച്ചതല്ല. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നുള്ളത് അത് വളരെ ആലോചിച്ചുള്ള ഒരു സ്ഥിതപ്രജ്ഞന്റെ ഭാവമാണ്. അവന് രണ്ടായിട്ടൊന്നുമില്ല, അവന് ഒരു മാത്രമേ ഉള്ളൂ, അവന് ഏകത മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈശാവാസ്യ ഉപനിഷത്തില് മലയാളത്തിലേക്ക് നാരായണ ഗുരുദേവൻ മൊഴിമാറ്റം ചെയ്തു തന്നപ്പോ ഈ സ്ഥിതപ്രജ്ഞ ഭാവത്തെ ഗുരു എത്ര മനോഹരമായിട്ടാ പറഞ്ഞത്. തന്നിൽ നിന്നന്യമല്ലാതെ എന്നു കാണുന്നു സർവവും, അന്നേതു മോഹം അന്നേതു ശോകം, ഏകത്വദൃക്കിന്. ഏകത്വദൃക്ക് എന്നാണ് വിളിച്ചത്. ഏകത്വത്തെ കാണുന്നവൻ, ഏകമായ കാഴ്ചയുള്ളവൻ, തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്നു കാണുന്നു സർവവും. അവനിൽ നിന്ന് അന്യമായിട്ട് അവൻ ഒന്നിനെയും കാണുന്നില്ല. നമുക്കെല്ലാം വേറെ വേറെയാണ്. സ്ഥിതപ്രജ്ഞന് ഒന്നും വേറെയല്ല. അതുകൊണ്ട് ഗുരു പറഞ്ഞത് അവൻ ഇവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായ ഒരാത്മരൂപം എന്ന്. നമ്മൾക്കെല്ലാം വേറെ വേറെ ആയതുകൊണ്ട് നമ്മൾ പറയും അവൻ വേറെ ഇവൻ വേറെ, അവള് വേറെ ഇവള് വേറെ, അവള് പോലെയല്ല ഇവള്, ഇവള് പോലെയല്ല അവള്, ഇവൻ പോലെയല്ല അവൻ, അവൻ പോലെയല്ല ഇവൻ എന്നൊക്കെ പറയും. അത് ഈ ഏകത്വ ദർശനം നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ്. നമ്മളൊക്കെ ഏകതയ്ക്ക് പകരം പലതും കാണുന്നവരായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഗുരു ചോദിക്കുന്നത് തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്ന് കാണുന്നു സർവവും, അന്ന് ഏത് ശോകം. തന്നിൽ നിന്ന് അന്യമല്ലാതെ കാണുക എന്താ? എല്ലാതും ഈശ്വരമയമായി കാണുക, എല്ലാതും ചൈതന്യ രൂപമായി കാണുക. ഇത് സത്താണോ? ഇത് സത്താണ്. ഇത് സത്താണോ? ഇത് സത്താണ്. ഈ വേദാന്തത്തിൽ രണ്ട് വിചാര രീതികളുണ്ട്. ഒന്ന് നേതി വിചാര പദ്ധതിയാണ്. ഇതാണോ സത്യം? ഇതല്ല സത്യം. ഒരു മാർഗം അങ്ങനെയാണ്, വയാ നെഗറ്റീവാ. ഇതിങ്ങനെ നെഗറ്റീവായിട്ട് പറയും. ഇതാണ്, ഈ മൈക്രോഫോൺ ആണോ സത്യം? ഇതല്ല സത്യം. ഈ പുസ്തകമാണോ സത്യം? ഇതല്ല സത്യം. ഈ കണ്ണടയാണോ സത്യം? ഇതല്ല സത്യം. പക്ഷെ വേറൊന്നുണ്ട്, ഇതാണോ സത്യം? ഇത് സത്യമാണല്ലോ. ഇതാണോ സത്യം? ഇതും സത്യമാണല്ലോ. അപ്പൊ ഇതും സത്യമാണ്. ഇങ്ങനെ ഒരു രീതിയുണ്ട്. ഇതാണ് കുറെ കൂടി നമ്മളെ പോലുള്ളവർക്ക് സ്വീകരിക്കാൻ എളുപ്പം. അതുകൊണ്ടാണ് ഹരിനാമകീർത്തനത്തിലൊക്കെ എഴുത്തച്ഛൻ പാടുന്നത് അതുകൊണ്ടാണ്. ആനന്ദ ചിന്മയകരേ ഗോപികാരമണ ഞാനെന്ന ഭാവം അതു തോന്നായിക വേണം, തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ, വരദനാരായണായ നമ. രണ്ട് വരങ്ങളാണ്. ഒന്നുകിൽ എനിക്ക് അഹങ്കാരം തീരെ പാടില്ല, ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം. ഒരു സ്ഥലത്തും എന്റെ ഈഗോ പൊങ്ങരുത്, എന്റെ ഈഗോ മുളയ്ക്കരുത്. അഹങ്കാരം ഒരു സ്ഥലത്തും തലപൊക്കരുത്. ഇനി അഥവാ തലപൊക്കിയ എങ്ങനെ വേണം? അഖിലം ഞാനിതെന്ന വഴി തോന്നണം. എല്ലാതും ഞാനാണ് എന്ന് തോന്നണം. അവനിവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായ ഒരാത്മരൂപം, ആ തോന്നലുണ്ടാവണേന്നാണ്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് എന്ത് കാണുമ്പോഴും മീനായതും ഭവതി മാനായതും ജനനി നീനാഗവും നഗഘകം താനായതും ധരനദിനാരിയും നരനും അനാഗവും നരകവും നീനാമരൂപം
ഓഹോ നാടകം നിഖിലവും അങ്ങനെ പാടാൻ പറ്റുള്ളൂ. അതെന്താണ്? ഇതാണ് സത്യം. മീനായതും ഭവതി അല്ലെ. ജഗജ്ജനനിയെ ഗുരു പരിചയപ്പെടുത്തുന്നത് ഒന്നായ മാമതി എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള എല്ലാ പുരാണ കഥകളും മാറ്റിവെച്ചിട്ട് വേണം ജനനി നവരത്നമഞ്ജരി വായിക്കാൻ. അവിടെ പരിചയപ്പെടുത്തുന്ന ജഗദംബിക എന്ന് പറയുന്നത് ഒന്നായ മാമതിയാണ്. അതിവിസ്തൃതമായ ബോധത്തിന്റെ ഉടയവളെ എന്നാണ്. അതിവിശാലമായിരിക്കുന്ന ഏകതാബോധമുള്ളവളെ എന്നാണ് ഗുരു വിളിച്ചത്. ഒന്നായ മാമതി എന്നാണ് വിളിച്ചത്. അവളെ എങ്ങനെയൊക്കെ ദർശിക്കാൻ കഴിയും? ആ ഏകമായിരിക്കുന്ന ബോധത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ, ഏകത്വ ദൃക്കായിട്ട് നമ്മൾ മാറുമ്പോൾ കാണുന്നതൊക്കെ ജഗജ്ജനനിയായിട്ട് മാറുന്ന അതിസുന്ദരമായിരിക്കുന്ന ഒരു കാഴ്ചയാണ് ജനനി നവരത്നമഞ്ജരിയിൽ പറഞ്ഞത്. മീനായതും ഭവതി. മീനായിരിക്കുന്നതും അമ്മ തന്നെ അല്ലെ. അമ്മ പ്രത്യേകിച്ച് മധുരയിലോ മീനാക്ഷിയായിട്ട് മാത്രമല്ല ഇരിക്കുന്നത്, അല്ലെങ്കിൽ ചക്കുളത്തുകാവില് മാത്രമല്ല, ആറ്റുകാലില് മാത്രമല്ല, തോട്ടുവക്കത്ത് പോയിരിക്കൂ. ആ വെട്ടിത്തിളങ്ങുന്ന പരൽമീനുകളെ ഒന്ന് കണ്ടേ, എന്താ ചന്തം. അതിനെ നോക്കിയിട്ടൊന്ന് പാടിയേ. മീനായതും ഭവതി മാനായതും ജനനി അല്ലെ. ഒരു മാനിങ്ങനെ ഓടിപ്പോകുമ്പോഴും അതും ജഗജ്ജനനിയാണ് എന്ന് നിനക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിന്റെ ബോധം ഏകതയിൽ അധിഷ്ഠിതമാണ്. മാനായതും ജനനി മീനായതും ഭവതി. നീ നാഗവും നഗഘകം താനായതും. നീ നാഗമാണ്, ഇഴഞ്ഞു നീങ്ങുന്ന പാമ്പായിരിക്കുന്നതും നീയാണ്. നീ തന്നെയാണ് അമ്മേ സ്വർഗമായിരിക്കുന്നത്. നീ തന്നെയാണ് അമ്മേ നരകമായിരിക്കുന്നത്. ഈ സ്വർഗ നരകങ്ങളൊക്കെ നീ തന്നെയാണ്. നീ തന്നെയാണ് പുരുഷനായിരിക്കുന്നത്. നീ തന്നെയാണ് പ്രകൃതിയായിരിക്കുന്നത്. നീ തന്നെയാണ് നദിയായിരിക്കുന്നത്. നീ തന്നെയാണ് മലയായിരിക്കുന്നത്. പാശ്ചാത്യ ദർശനത്തിന്റെ ഏറ്റവും മനോഹരമായ, നമ്മൾ ഈ പാശ്ചാത്യ ദർശനങ്ങളെയൊക്കെ കുറ്റം പറയുമ്പോഴും അതിലേറ്റവും ഒരുപാട് മനോഹരമായ നമുക്ക് അനുകരിക്കാവുന്ന ഒരു ദർശനങ്ങളുണ്ട്. അതിലൊന്ന് അവർ ഈ പ്രകൃതിയെ ദൈവമായി കാണുന്നു എന്ന സങ്കല്പമാണ്. ആ സങ്കല്പമാണ് നമ്മൾ ഈ ഒരു പദ്യത്തിലും കാണുക. ഈ പ്രകൃതി എന്ന് പറയുന്നത് തന്നെയാണ് ഈശ്വരി. പരമേശ്വരി എന്ന് പറയുന്നത് ഈ പ്രകൃതിയാണ് എന്നറിഞ്ഞുകൊണ്ട് പ്രകൃതിയിലെ സകല ചരാചരങ്ങളോടും തോന്നുന്ന ഒരു പ്രണയം, ഒരു പ്രേമം, ഒരു ഭക്തി, അതാണ് യഥാർത്ഥ ഭക്തി എന്ന് ആ ഒറ്റ പദ്യത്തിലൂടെ തന്നെ ഗുരു കാണിച്ചു തരാണ്. ദേവീസ്തവം എന്ന കൃതിയില് തെഴുമേനി നിന്നവയവങ്ങൾ ഊഴിന്നു മുനികൾക്കും എന്നംബികെ എന്ന് പറയുന്നിടത്തും ഈ ദേവിയെ തെഴുമേനിയായിട്ട് വർണ്ണിക്കുന്നുണ്ട്. തെഴുമേനി എന്ന് പറഞ്ഞാൽ എന്താ? പുതിയ മേനി എന്നാണ്. നമ്മൾ നോക്കൂ, ഏത് പ്രകൃതിയിലെ ഏതിനാണ് ഈ തെഴുമേനി ഇല്ലാത്തത്? നിങ്ങൾ ചെടിച്ചട്ടിയിൽ ഒരു ചെടി നട്ടിട്ടുണ്ടെങ്കിൽ രാവിലെ പോയി നോക്കൂ, ഒരു തെഴുമേനി വന്നിരിക്കണ കാണാം. ഒരു തളിരില, അതിൻ്റെ അഗ്രത്തില് നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് ഓരോ ദിവസവും നമ്മൾക്ക് ഗുഡ് മോർണിംഗ് തരാൻ ഒരു തളിരില അവിടെ കാണും. പ്രകൃതിയുടെ തെഴുമേനിത്വമാണ്. അപ്പൊ ജഗദംബിക ദേവി തെഴുമേനിയാണെന്ന് പറയുമ്പോൾ ഈ ഒരു പുതുമയെ, ഈ നവങ്ങളായിരിക്കുന്ന പ്രകൃതിയുടെ കരവിരുതിനെ കാണാൻ ഒരു വ്യക്തിക്ക് കഴിവുണ്ടാകുമ്പോൾ, മുന്നിൽ നിൽക്കുന്ന ഒരു ഇലയിൽ പോലും, അവനെ തഴുകി പോകുന്ന ഒരു കാറ്റിൽ പോലും, ഒരു കിളിയുടെ പാട്ടിൽ പോലും അല്ലെ, ഒരു വസന്തം വരുന്നുണ്ട് എന്ന് ആദ്യമായി പാടുന്നത് ഒരു പുംസ്കോകിലമായിരിക്കും. ഒരു ആൺകുയിലിന്റെ ശബ്ദത്തിലാണ് വസന്ത ഋതു വരുന്ന കാര്യം നമ്മൾ അറിയണത്. ആൺകുയിലൊന്ന് നീട്ടിക്കൂവുമ്പോഴാണ് വസന്തം വരാറായി, മാവിന്റെ തളിരിലകളൊക്കെ വന്നു തുടങ്ങി എന്ന് അറിയുന്നത് ഒരു പുംസ്കോകിലത്തിന്റെ കൂജനത്തിലാണ്. ഇതൊക്കെ ആരാണ് ശ്രദ്ധിക്കുക എന്ന് ചോദിച്ചാൽ അത് ശ്രദ്ധിക്കുന്നത് ഈ പ്രകൃതിയെ ഉപാസിക്കുന്നവരാണ്, പ്രകൃതിയെ ഈശ്വരനായിട്ട് കാണുന്നവരാണ്. ഇത്തരത്തിലുള്ള ഒരു അവധാനതയോടുകൂടി, ഇത്തരത്തിലുള്ള ഒരു നിരീക്ഷണത്തോട് കൂടിയിട്ടൊക്കെ നമ്മൾ ജീവിതത്തെ ദർശിക്കാൻ തുടങ്ങുക. ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത് അത്രയും പ്രായോഗികമാണ് എന്നുള്ളത്. ജീവിച്ച് ഫലിപ്പിക്കാൻ പറ്റാത്ത ഒരു ദർശനവും ഗുരു പറഞ്ഞു തന്നിട്ടില്ല. പിന്നീട് പോയി അന്വേഷിച്ച് കണ്ടെത്താം എന്ന രീതിയിൽ ഒരു ദർശനവും ഗുരു കാഴ്ചവെച്ചിട്ടുമില്ല.
നമ്മളൊക്കെ പാവങ്ങളായ ആളുകളാണ്, നമ്മളൊക്കെ സാധാരണക്കാരായ ആളുകളാണ്. ആ സാധാരണക്കാരായ നമുക്ക് പരിമിതമായിരിക്കുന്ന അറിവും പരിമിതമായ ആകാശവും പരിമിതമായ ചിന്താശേഷിയും പരിമിതമായ പ്രവർത്തനങ്ങളും ഉള്ള നമുക്ക് അപരിമിതമായിരിക്കുന്ന ഒരു കാഴ്ചയുടെ ജാലകം തുറന്നിട്ട് തന്നുകൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തെ ഭംഗിയാക്കാൻ, നമ്മുടെ ദൈനംദിന ജീവിതത്തെ സുഗമമാക്കാൻ ഏറ്റവും നല്ല പുസ്തകം എന്ന് പറയുന്നത് ഈ സമ്പൂർണ്ണ ഗുരുദേവ കൃതികളാണ്. അവിടെ നമ്മൾ മനുഷ്യനാവും. അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും ആവണ്ട, നമുക്ക് ദേവനൊന്നും ആവണ്ട, നമുക്ക് മനുഷ്യനായാൽ മതി. നല്ലൊരു മനുഷ്യനായി കഴിയുമ്പോൾ നമുക്ക് തൊട്ടടുത്തിരിക്കുന്ന ആളുടെ ചേതോവികാരം മനസ്സിലാവും. നമ്മളൊരു വീട്ടില് 4 പേരും 5 പേരൊക്കെ ജീവിക്കുമ്പോഴും ചില ആളുകൾ പറയും 50ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുമ്പോഴും പറയും 50 കൊല്ലമായിട്ടും മനസ്സിലായിട്ടില്ല പറയും. എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നത്? 50 കൊല്ലമായിട്ടും മനസ്സിലാവാത്തത് എന്താണ്? നമ്മൾ ഫിലോസഫി കേൾക്കാത്തതിന്റെ കുഴപ്പമാണോ? ഫിലോസഫി വായിക്കാത്തതിന്റെ കുഴപ്പമാണോ? ഈ മനുഷ്യന് ഇപ്പോഴും എന്നെ മനസ്സിലായിട്ടില്ല, ഇവൾക്ക് എന്നെ ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്ന് വെച്ചാല് നമ്മൾ വായിച്ചതും നമ്മൾ പഠിച്ചതും നമ്മൾ അന്വേഷിച്ചതും ഒക്കെ യാന്ത്രികമായിപ്പോയി. അങ്ങനെ യാന്ത്രികമാവാതെ വായിച്ചതും അന്വേഷിച്ചതും പഠിച്ചതും ഒക്കെ നടപ്പിൽ വരുത്തണം. അതിന് ഏറ്റവും നല്ല പ്രായോഗികമായ തൊട്ടടുത്തിരിക്കുന്ന ആളുടെ ചേതോവികാരത്തെ അറിയുക എന്നുള്ളതാണ്, അവരെ മനസ്സിലാക്കുക എന്നുള്ളതാണ്, അവരെ ധരിക്കുക എന്നുള്ളതാണ്, അവരായിട്ട് ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ്. ഓരോ വ്യക്തിക്കും അവൻ്റെതായിരിക്കുന്ന അവൾക്ക് അവളുടേതായിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യത്തിന്റെ തലമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിന്റെ തലത്തെ അനുവദിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ മനസ്സിനെ, അവരുടെ ഹൃദയത്തിന്റെ വികാരത്തെ മനസ്സിലാക്കാൻ ഇത്രയെങ്കിലും നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ ശ്രീനാരായണീയരാകുന്നത്. അല്ലാത്തിടത്തോളം നമുക്കിതൊക്കെ അന്യമാണ്. നമുക്ക് പറയാവുന്നേ ഉള്ളൂ, ഞാനൊരു ഹിന്ദു മതവിശ്വാസിയാണ്, ഞാനൊരു ഭഗവത്ഗീത ഫോളോവറാണ്, ഞാനൊരു ഗുരുദേവ ഭക്തനാണ്, ഇതൊക്കെ നമുക്ക് പറയാം. പക്ഷെ വീട്ടിൽ വന്നാൽ ഇതൊന്നും വീട്ടിൽ ബാധകമല്ല. ഇതൊക്കെ ഞാൻ ഓഫീസിലും അല്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോകുന്ന റോഡരികിലൊക്കെയാണ് ബാധകമുള്ളൂ. എൻ്റെ വീട്ടിൽ കയറി കഴിഞ്ഞാൽ ഇതൊന്നും ബാധകമല്ല എന്നാവരുത്. നമ്മൾ എവിടെയാണോ ജീവിക്കുന്നത് അവിടേക്ക് നമ്മളുടെ തത്വശാസ്ത്രത്തെ വളരെ നിറക്കൂട്ടുകൾ ചാലിച്ച് കൊണ്ടുവന്ന് ഭംഗിയാക്കാൻ കഴിയുമ്പോൾ അതാണ് വേദാന്തം. അതിനപ്പുറത്തൊരു വേദാന്തവും ഇല്ല. നമുക്ക് തോന്നണതാണ് മരണശേഷം ആത്മാവ് എങ്ങോട്ട് പോയി, തെക്കോട്ട് പോയോ വടക്കോട്ട് പോയോ, എങ്ങനെങ്കിലും പൊക്കോട്ടെ, അത് നമ്മുടെ വിഷയമല്ല. പടിഞ്ഞാട്ട് പോയാലും കുഴപ്പമില്ല, തെക്കോട്ട് പോയാലും കുഴപ്പമില്ല, ദിക്കുകളൊക്കെ നല്ലതാ. പക്ഷെ അതല്ല നമ്മുടെ വിഷയം, അല്ലെ? നമ്മളുടെ വലിയ വലിയ വിഷയങ്ങൾ അതൊക്കെയാണ്. വിളക്കിന്റെ തിരി അങ്ങോട്ട് കത്തണം, അയ്യോ അങ്ങോട്ട് കത്തിയ ദോഷമല്ലേ, ഇങ്ങോട്ട് കത്തിയ അതിലും വലിയ ദോഷമല്ലേ, ഇതൊന്നും അല്ല, അല്ലെ? വിളക്കിന്റെ തിരി അങ്ങോട്ട് ഇരിക്കണമെന്ന് വെച്ചിട്ട് നമ്മുടെ ജീവിതത്തിന് ഒന്നും സംഭവിക്കാനൊന്നും പോണില്ല. നമ്മൾ അത്തരം കാര്യങ്ങളിൽ നിന്നും മാറിയിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ, ദൈനംദിന ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ, നമ്മുടെ വ്യക്തിബന്ധങ്ങളിലേക്ക് വരികയാണെങ്കിൽ, നമ്മുടെ സൗഹൃദങ്ങളിലേക്ക് വരികയാണെങ്കിൽ, നമ്മുടെ ദാമ്പത്യത്തിലേക്ക് വരികയാണെങ്കിൽ, കുട്ടികളുടെ ഇടയിലേക്ക് വരികയാണെങ്കിൽ, ഇവിടെ ഇതൊന്നുമല്ലാത്ത, ഈ അന്ധവിശ്വാസങ്ങളുടേതല്ലാത്ത വളരെ ജൈവികമായ വേദാന്തത്തിനെ പ്രയോഗിക്കാൻ കഴിയുന്ന മേഖലകളുണ്ട്. ആ ഭൂമികയില് നിങ്ങൾക്ക് നിലനിന്നുകൊണ്ട് ഗുരുദേവ ദർശനത്തെ കാഴ്ചവെക്കാൻ കഴിയുകയാണെങ്കിൽ കൂട്ടുകാരെ, അതാണ് ഏറ്റവും സൗഭാഗ്യം. നമ്മളുടെ ജീവിതം ഞാൻ എന്തെങ്കിലുമൊക്കെ ജീവിച്ചു എന്ന കൃതാർത്ഥത ചാവാൻ നേരത്തെ തോന്നണ്ടേ? എന്തായാലും ഗുരുദേവനെ പോലെ സമാധിയാവാനൊന്നും പോണില്ല, വടിയാവുള്ളൂ. ഈ വടിയാവുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ഞാൻ ജീവിച്ചു എന്ന് തോന്നുന്ന ഒരു കൃതാർത്ഥത, വലിയ കുഴപ്പമൊന്നുമില്ലാതെ, ആരെയും വലിയ ബുദ്ധിമുട്ടിക്കാതെ, ആരെയും വലിയ ദ്രോഹിക്കാതെയൊക്കെ ഈ മണ്ണിൽ നിന്ന് ഞാൻ ഗുഡ് ബൈ പറയുകയാണ് എന്ന് തോന്നിക്കുന്ന ഒരു കൃതാർത്ഥതയുണ്ട്. അതാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. നമ്മുടെ ഓരോ ദിവസത്തിലും ആ കൃതാർത്ഥത വരണം. നമ്മളാക്കുന്ന, നമുക്ക് നമ്മളോട് തന്നെ ഒരു മതിപ്പ് തോന്നുന്ന, നമുക്ക് നമ്മളെ തന്നെ പ്രോത്സാഹിപ്പിക്കാൻ തോന്നുന്ന, നമ്മളെ തന്നെ അഭിനന്ദിക്കാൻ തോന്നുന്ന ദിനങ്ങളിലൂടെ ഗുരുദേവ ദർശനത്തിന്റെ ചുവട് പിടിച്ചിട്ട് നമുക്ക് കടന്നു പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഗുരുവിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ദക്ഷിണ. അതാണ് ഗുരുവിന് സമർപ്പിക്കാവുന്ന ഏറ്റവും നല്ല കാണിക്ക. അതാണ് ഗുരുവിനോട് പാടാവുന്ന ഏറ്റവും നല്ല പാട്ട്. ഇതിനപ്പുറം നല്ലൊരു സംഗീതമില്ല, ഇതിനപ്പുറം വലിയൊരു ദക്ഷിണയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനായിട്ട് തോന്നിയത്. എന്ത് പറയും നിങ്ങളോട് എന്നുള്ളത് ഒരു ചോദ്യമായിരുന്നു. ഞാൻ വിചാരിച്ചു
ആത്മോപദേശം പറയാം. ഇപ്പൊ ഇവിടെ ഇരുന്നപ്പോ എനിക്ക് തോന്നി വേണ്ട, വേദാന്തത്തെ കുറിച്ച് പറയാം. അപ്പോഴാണ് ഞാൻ ബ്രഹ്മവിദ്യാപഞ്ചകം എടുത്തിട്ടത്. ബ്രഹ്മവിദ്യാപഞ്ചകം നിത്യാനിത്യ വസ്തുവേഗം പറഞ്ഞപ്പോഴേക്ക് 5-6 പേര് ഉറക്കത്തിലേക്ക് പോയി. എന്നാൽ പിന്നെ അത് അവിടെ വെക്കട്ടെ, ഞാൻ വളരെ ബോധപൂർവം അതിനെ അവിടെ വെച്ചു. ബ്രഹ്മവിദ്യാപഞ്ചകമേ, നീ സ്വസ്ഥമായിട്ട് അവിടെ ഇരുന്നോ, ഞങ്ങൾ പിന്നെ വരാം എന്ന് പറഞ്ഞിട്ടാണ് ഇതിലൂടെയൊക്കെ സഞ്ചരിച്ചത്. അപ്പൊ പിന്നെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ഇരുന്നു. അതൊക്കെ സ്വാഭാവികമാണ്. ഈ ഒരു സമയത്ത് 2:30 മണി നേരത്ത് നല്ല ശാപ്പാടൊക്കെ കഴിച്ച് നമ്മൾ ആധ്യാത്മികതയൊക്കെ കേൾക്കാനിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഫ്രഷായിട്ടൊന്നും ഇരിക്കാൻ പറ്റില്ല, അല്ലേ? സ്വാഭാവികം. എന്തായാലും ഇത്രയും സമയം നിങ്ങളോട് ഈ ഗുരുദേവ ദർശനത്തെ കുറിച്ച് സംസാരിക്കാൻ കഴിഞ്ഞത് ഒരു ജീവിതധന്യതയാണ്. ഇതൊക്കെ പറയുക എന്ന് പറയുന്നത്. വേറെന്താ പറയാനുള്ള? വേറൊന്നും പറയാനില്ല. വേറെ എന്ത് പറഞ്ഞാലും അതൊരു സുഖമുള്ള പരിപാടിയായിരിക്കില്ല. വേറെ എന്ത് സംസാരിച്ചാലും അതൊരു സുഖമുള്ള പരിപാടിയായിരിക്കില്ല. പക്ഷെ ഇത് എത്ര നേരം വേണമെങ്കിലും പറയാം, കുഴപ്പമില്ല. നമുക്ക് ഇഷ്ടമാണ്, നമുക്കും സുഖം, കേൾക്കുന്നവർക്ക് സുഖം, ആചരിക്കുന്നവർക്ക് അതിലേറെ സുഖം, ജീവിക്കുന്നവർക്ക് പരമസുഖം. അതാണ് ആധ്യാത്മികതയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇരുന്ന് കേട്ട നിങ്ങൾ ഓരോരുത്തർക്കും, എന്നെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ച സുഖദേട്ടൻ എല്ലാ വർഷവും വിളിക്കും കേട്ടോ. ഞാൻ വളരെ ചിരകാലമായിട്ടുള്ള സുധേട്ടന്റെ സഹോദരി ഉണ്ട് സുധാമയുടെ കൂടെയൊക്കെയാണ് ആദ്യമായിട്ടൊക്കെ ഇങ്ങോട്ട് വരണത്. പിന്നെ ഇപ്പൊ സുധേട്ടൻ ഇങ്ങനെ വിളിക്കും. അപ്പൊ ഞാൻ വരും. എനിക്കിവിടെ നിങ്ങൾ കുറച്ചു പേരായിരിക്കണേൽ എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചു പേര് വളരെ കുതൂഹലതയോടെ ഇരിക്കുന്ന ഒരു സദസ്സുണ്ട്. ഒരുപാട് പേര് തിങ്ങി നിറഞ്ഞിരുന്ന് ശ്രദ്ധിക്കാതിരിക്കണേക്കാൾ നല്ലത് കുറച്ചു പേര് ശ്രദ്ധിച്ചിരിക്കുന്ന സദസ്സാണ്. അപ്പോൾ ഇവിടെ വന്ന് ഇത്രയും സമയം നിങ്ങളോട് സംസാരിച്ചത് അതുകൊണ്ടാണ്. എല്ലാവർക്കും ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന്റെ സംഘാടകരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കഴിഞ്ഞ ഏകദേശം 1.5 മണിക്കൂർ നമ്മളെ ആധ്യാത്മികതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ, ഉറക്കത്തിലാണെങ്കിലും കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മളുടെ ഉള്ളിലേക്ക് കടന്നു എന്നുള്ളതിൽ തർക്കമില്ല. അതിലേക്ക് നമ്മളെ നയിച്ച സ്വാമിനി നിത്യചിന്മയി അവർക്ക് ഉറക്കത്തിലാണെങ്കിലും SNDP ശാഖയുടെയും നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. നമുക്കുള്ള ചായ റെഡിയാവുന്നുണ്ട്. ഇതിപ്പോ തന്നെ ഇവിടെ എത്തും. Namaste.